സമയത്താണ് നമ്മുടെ വെസ്റ്റേജിനെ പറ്റിയിട്ട് അതിന് മനസ്സിലാക്കി അതിന്റെ സാധ്യതകളെല്ലാം മനസ്സിലാക്കി സാറ് ഇതില് പാർട്ട് ടൈം ആയി ജോയിൻ ചെയ്ത് ഇന്ന് സാറ് ദുബായിലെ ജോബൊക്കെ റിസൈൻ ചെയ്ത് 4 ഇയേഴ്സ് ആയിട്ട് ഫുൾ ടൈം ആയിട്ട് നമ്മുടെ വെസ്റ്റേജ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന സാറാണ്. ആ സാറാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. സാറിനെ ഞാൻ ഈ മീറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം സർ. താങ്ക് യു ലതീത, വണ്ടർഫുൾ. ഞാനിങ്ങനെ ഷാഹുലിനോട് ചോദിക്കായിരുന്നു ആരാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ലീഡർ ആണെന്ന് ചോദിച്ചത്. അത് 1 മാസമായിട്ടുള്ള ലതീത ഇൻവൈറ്റ് ചെയ്തു, വളരെ സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇത് ആരെങ്കിലും ഒരാളെ എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ ആക്കണം എന്നുള്ളത്. പക്ഷെ അത് ഷാഹുൽ പെർഫെക്റ്റായി ചെയ്തു. നിങ്ങളെല്ലാവരും ഇതുപോലെ ലീഡർഷിപ്പിലേക്ക് വരണം കേട്ടോ. ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യം നമ്മളെ ഒരു ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് ഷാഹുൽ സാറിൻ്റെ ഓർഗനൈസേഷൻ്റെ ഒരു മീറ്റിംഗ് ഇപ്പോൾ നടക്കുന്നത്. 33 പേരുണ്ട്. ഇനി കുറേ ആൾക്കാർ ഈ ഞായറാഴ്ചയാളും വഴിയിലൊക്കെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരാണ്. സൗണ്ട് കുറവാ? സൗണ്ട് ഓക്കെയാണ് സാർ. ഓക്കെ, റേഞ്ചിലാൻഡ് പൊസിഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നത്, ഇത് എൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ, എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ്റെ ചെറിയൊരു ശാഖ മാത്രം, ഒരു ചില്ലയാണ്. സുരേഷ് സാറിൻ്റെ ഓർഗനൈസേഷൻ്റെ ഒരു മെയിൻ ടീമിൻ്റെ ഒരു ഭാഗമാണ് ഷാഹുൽ സാർ മാത്രം. ഷാഹുൽ സാറിൻ്റെ മേലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ടീമിൽ 33 പേര് നമ്മളെ ഈ ഒരു ചെറിയൊരു സ്പെഷ്യൽ മീറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഫസ്റ്റ് പാഠം. 100% ഡ്യൂപ്ലിക്കേഷനാണ്. എന്ന് വെച്ചാൽ 4 വർഷം മുന്നേ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം ഒറ്റക്കായിരുന്നു ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അപ്ലൈൻ്റെ കൂടെ ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുമായിരുന്നു. ആ സമയത്ത് എൻ്റെ ടീമിൽ നിന്ന് 1-2 ആൾക്കാർ പങ്കെടുക്കും. അപ്പോൾ ചെറിയ സന്തോഷമാണ്, 2 ആൾ പങ്കെടുക്കുന്നതിന് സന്തോഷം ഉണ്ടായിരുന്നു. അത് ഞാൻ എഴുതി വെക്കുമായിരുന്നു, പേപ്പറിൽ എഴുതി വെക്കും. 2 പേര് എൻ്റെ ടീം, അപ്ലൈൻ്റെ ടീമിൽ നിന്ന് 10-40 പേരുണ്ടായിരുന്നു, എൻ്റെ ടീമിൽ നിന്ന് 2 പേരുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ. ഞാനത് വാശിയോടെ ആ എണ്ണം കൂട്ടാൻ വേണ്ടി എൻ്റെ ലീഡർ അപ്ലൈൻ്റെ ടീം മീറ്റിലൊക്കെ ആൾക്കാർ എണ്ണം കൂട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് അത് എഴുതി വെച്ച് ചെയ്തപ്പോൾ ലാസ്റ്റ് അപ്ലൈൻ്റെ ടീമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്ന ലീഡർ ഞാനായി മാറി. 100 പേര് പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണെങ്കിൽ 70 പേര് എൻ്റെ ടീമിനായി മാറി. അവിടെ തൊട്ടാണ് ഞാൻ എൻ്റെ ബിസിനസ് ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങിയതും. ഇന്ന് എൻ്റെ ഓരോ ഓർഗനൈസേഷൻ, കുറേ ഓർഗനൈസേഷൻ, 8ഓളം ടീം തന്നെ എനിക്കുണ്ട്. സെപ്പറേറ്റ് ടീമുകളുണ്ട്. 8 ടീമിലെ മെയിൻ ഒരു ടീമാണ് നിങ്ങളുടെയൊക്കെ വരുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷൻ. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായ ഒരു ടീമിൻ്റെ ഇതാണ് ഈ ബിസിനസ്സിൽ പ്രത്യേകത. നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം ഷാഹുൽ സാറിൻ്റെ ഓർഗനൈസേഷൻ ഇതുപോലെ 35ഓളം ടീം മീറ്റുകൾ നടക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇതുപോലെ 35ഓളം, ഇപ്പം 35,000 പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ 35 പേരിൻ്റെ ഇതുപോലത്തെ സ്പെഷ്യൽ മീറ്റുകൾ പല സ്ഥലത്ത് നടക്കുന്നുണ്ടാവും. അവിടെ ഷാഹുൽ നിങ്ങൾ വിളിച്ചാൽ സ്പെഷ്യൽ ഗസ്റ്റായിട്ടൊക്കെ വരുന്നുണ്ടാവും. അങ്ങനെയാണ് ഈ ബിസിനസ് ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഷാഹുൽ സാർ എൻ്റെ ടീം മീറ്റ് ചെയ്യണം, സാർ വരണം എന്നിട്ട് എന്നെ വിളിച്ചതാണ്. ഇതേപോലെ നിങ്ങൾക്കും വരും. ടീം മീറ്റ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാർ വേണം കേട്ടോ. 1-2 ആൾക്കാർക്കല്ല. നമ്മൾക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ ടീമിൻ്റെ ശക്തി അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ മീറ്റിംഗ് വെക്കുന്നത്. ഇപ്പോൾ ഷാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഷാഹുലിന് അഹങ്കാരത്തോടെ പറയാം അല്ലേ, ഷാജി സാറിൻ്റെ ടീം മീറ്റിൽ 100 പേര് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ 35 പേര് എൻ്റെ ടീമിൽ നിന്നാണെന്നുള്ള ഇത് വേണം. അതിനകത്ത് ആ ഒരു വാശിയോടെ വേണം. ഞാൻ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ്. ആ വാശി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ വരുമാനം അതനുസരിച്ച് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ അനിലേട്ടൻ ചിന്തിക്കേണ്ടത്, ഷാഹുലിൻ്റെ ഈ ഒരു ഓർഗനൈസേഷൻ 37 പേര് പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ എനിക്ക് എത്ര പേരെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും, എൻ്റെ ടീമിൽ നിന്ന് എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് ഓരോ ലീഡർമാർ വർക്ക് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ഈ ബിസിനസ്സിൻ്റെ ഗ്രോത്തിലേക്ക് പോകുക. വലിയൊരു ബിസിനസ്സായി മാറുന്നത് അങ്ങനെയാണ്. അതുമാത്രമല്ല, നിങ്ങളോടൊപ്പം അസോസിയേഷൻ ചെയ്യുന്ന ഓരോ വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്ത്, അതുപോലെ ഇപ്പോൾ ലതീത സംസാരിച്ച പോലെ സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ കണ്ടുപിടിക്കുക. അലീമ മേടൊക്കെ നന്നായി സംസാരിക്കുന്നതാണ്. ഒരുപാട് ലേഡീസൊക്കെ ഇതിനകത്ത് നന്നായി സംസാരിക്കുന്ന ആൾക്കാർക്ക്, അനിലേട്ടനൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങും. എവിടെ അവസരം കിട്ടുമ്പോൾ പരിചയപ്പെടാനും എന്തെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മുന്നോട്ട് വരുന്ന സമയത്താണ് നമ്മൾ 100% ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് കാണുമ്പോഴാണ് നമ്മളോടൊപ്പം അസോസിയേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ കൂടെ നിൽക്കാനും വിശ്വാസമൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്നും ഒരു കാഴ്ചക്കാരനായിട്ട് നമ്മൾ വീഡിയോ ഓഫാക്കി അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ
പറ്റുന്നത് നിങ്ങൾ എല്ലാവരും ഇതിലുള്ള ആൾക്കാർ, പറ്റുന്ന ആൾക്കാർ, ആരും നിർബന്ധമൊന്നുമില്ല. വീഡിയോ ഓണാക്കി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പല ആൾക്കാർ അറിയില്ല. എനിക്ക് ഷാഹുൽ ഇതിൻ്റെ മൊത്തത്തിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു, അത്ര പേര് പങ്കെടുത്തുന്നില്ല, ഓരോ വ്യക്തിയുടെ പേരെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് പല ആൾക്കാർ ഏത് ടീമിലാണെന്ന് പോലും ഇപ്പോൾ കൺഫ്യൂഷനാണ്. ഒരേ പേരിലുള്ള ആൾക്കാർ പല ടീമിലുണ്ട്. അപ്പോൾ എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതുകൊണ്ട് അറിയാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പറ്റുന്ന ആൾക്കാർ, കുറച്ചും കൂടി ആൾക്കാർ ഒന്ന് വീഡിയോ ഒക്കെ ഓണാക്കി ഇരിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫേസ് കാണാനും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ എത്രത്തോളം നല്ല രീതിയിൽ ബിസിനസ് പോകുന്നുള്ളതൊക്കെ എനിക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് പറ്റുന്ന ആൾക്കാർ വീഡിയോ ഓണാക്കിക്കോളൂ. ബുദ്ധിമുട്ടൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ഓഫാക്കിയാൽ നല്ലതായിരുന്നു. 38 പേരായിട്ടുണ്ട് ഇപ്പോൾ. ഇവിടെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു ബിസിനസ്സിന് ശരിക്കും നിങ്ങൾക്കൊരു വിശ്വാസം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ആദ്യം നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത് വിശ്വാസമാണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് 100% നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ പറ്റും, ഇതിലൂടെ വരുമാനം ലക്ഷങ്ങൾ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നൊരു വിശ്വാസം ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അതില്ലാത്ത ആൾക്കാർക്കാണ് ഈ പ്രോബ്ലം വരുന്നത്. 1-2 ആൾക്കാർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഐഡിയ എടുക്കുന്നുണ്ടാവും, പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നുണ്ടാവില്ല, അവർ സാധനം വാങ്ങിക്കുന്നുണ്ടാവില്ല. അപ്പം നമ്മുടെ മൈൻഡ് ഡൗൺ ആവും. മൈൻഡ് ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈൻ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കില്ല. എന്താണ് പറയുക, ജോയിൻ ചെയ്ത ആൾ പർച്ചേസ് ചെയ്തിട്ടില്ല, അങ്ങനെയൊരു വിഷമം കൊണ്ട് നിങ്ങൾ മെസ്സേജ് കൊടുക്കില്ല, മെസ്സേജ് നോക്കില്ല, റിപ്ലൈ കൊടുക്കില്ല. ഇവിടെ നിങ്ങൾ എപ്പോഴും നിരന്തരം നിങ്ങൾ ആരാണോ നിങ്ങളെ ബിസിനസ് കൊണ്ടുവന്ന വ്യക്തി, അദ്ദേഹം ബിസിനസ്സിലുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹമായിട്ട് നിരന്തരം സംസാരിക്കണം. നിങ്ങളുടെ ലീഡർമാർ ആരാണോ അവരോട് സംസാരിക്കണം. എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കാൻ ശ്രമിക്കണം. ഒരു 3 മാസം, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ആദ്യത്തെ 3 മാസം ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആരും കൂടെ വന്നിട്ടില്ലെങ്കിൽ പോലും, നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ആരും പർച്ചേസ് പോലും ചെയ്തിട്ടില്ലെങ്കിൽ പോലും, നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം വാങ്ങിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി, അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി, ഈ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി ഒരു 3 മാസം നിങ്ങളതിൻ്റെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ, സ്വയം ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ, സെൽഫ് വിശ്വാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ ബിസിനസ് കളയേണ്ടി വരില്ല. അല്പം വൈകിയാലും നിങ്ങൾക്ക് ടീം വരുന്നുണ്ടോ, ടീം വരുന്ന സമയത്ത് അവരെ ഹോൾഡ് ചെയ്യാനുള്ള ലീഡർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, അവർക്കൊരു വിശ്വാസം ഉണ്ടാക്കി കൊടുക്കേണ്ട ലീഡർഷിപ്പ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ബിസിനസ് പരാജയം വരില്ല. അതാണ് നിങ്ങൾ ഓരോ ആൾക്കാരും നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. ചെറിയ 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 അറിവുകളൊക്കെ എടുത്തെടുക്കും. ഓരോ കാര്യങ്ങളും, ഐ ഡി ക്രിയേഷൻ ചെയ്യുന്ന കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളും, എവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്താലാണ് അവർക്കൊരു സോപ്പെങ്കിലും ഫ്രീ ആയിട്ട് എക്സ്ട്രാ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ, അതൊക്കെ നമ്മൾ അറിയണം. ചില ആൾക്കാർ സാധനം വാങ്ങിച്ചതിന് ശേഷം പറയും ഞാൻ ഇന്ന രൂപയുടെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് പോലും ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവുക, ഇയാൾ എല്ലാ മീറ്റിങ്ങിലും പറയുന്നുണ്ടല്ലോ 10% ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നത്, എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എല്ലാ മീറ്റിങ്ങിലും പറയുന്നത് 10% പ്രൊഡക്റ്റ് ഫ്രീ ഉണ്ട്, പക്ഷേ എനിക്ക് കിട്ടിയില്ലല്ലോ ചിന്തിക്കുന്ന ആൾക്കാർ. ഇന്ന് തന്നെ ദേവി മാഡം എനിക്ക് മെസ്സേജ് ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് പറയുകയാണെങ്കിൽ അത് എങ്ങനെ ചെയ്യണം, എത്ര രൂപക്ക് വാങ്ങിക്കുമ്പോഴാണ് ആ ഫ്രീ പ്രൊഡക്റ്റ് വരിക, അത് നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഫറുകൾ ഏത് ദിവസം വരെയാണ് ഓഫർ കിട്ടുന്നത്, അത് നിങ്ങൾ എല്ലാവരും അറിയണം. നമ്മൾ 2-ാം തീയതി ആകുമ്പോൾ പോസ്റ്ററിടും, ഓഫറിൻ്റെ പോസ്റ്ററിടും. ഒരാൾ പോലും ഇന്ന് വരെ എനിക്കൊരു സംശയം ചോദിച്ചിട്ടില്ല, സാർ ഈ ഓഫർ എങ്ങനെയാണ്, എന്താണ് മനസ്സിലായിട്ടില്ല, സാറിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഗ്രൂപ്പിൽ ഇടാവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഇടുമായിരുന്നു. ഞാൻ നോക്കി ആരും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇന്ന് എന്തെങ്കിലും ഇടുന്നുണ്ട്. കാരണം 2-3 ആൾക്കാർ സാധനം വാങ്ങിച്ച് വന്നപ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ വ്യക്തമായിട്ടൊരു വോയിസ് മെസ്സേജ് അയച്ചോളാം ഇന്ന്. നിങ്ങളെല്ലാ ലീഡേഴ്സും അറിയേണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ അലീമ മാഡം ബിസിനസ് ജോയിൻ ചെയ്തിട്ട് എനിക്കൊന്ന് 2 ആഴ്ചയായിട്ട്. കഴിഞ്ഞ മാസം അവർ ഏകദേശം 300 PVക്ക് മേലുള്ള ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 300 PV കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായതാണ്. അപ്പോൾ അലീമ മാഡം ചിന്തിക്കേണ്ട കാര്യം, ഈ 300 PV ഒരു 4 മാസം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് അവിടെ ഉണ്ട്. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ആ 300 PV എന്നുള്ളത് നിങ്ങളത് 4 മാസം നിങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ട് ടോട്ടൽ 2000 PV ആണെങ്കിൽ ട്രിപ്പിൾ ബൊണാസ എന്ന് പറഞ്ഞൊരു ഓഫറുണ്ട്. ഇങ്ങനെ ഒരുപാട് ഓഫറുകൾ ഇല്ലാത്തുണ്ട്. അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഒരു ഓഫറുകൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും വായിച്ച് നോക്കുക, മനസ്സിലാക്കി നോക്കുക. എന്തെങ്കിലും ഈ ഓഫറിൽ ഏതെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഓഫറാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം നിങ്ങളുടെ ലീഡർമാർക്ക് അല്ലെങ്കിൽ എനിക്ക് ആർക്കും പറഞ്ഞു തരാൻ പറ്റും, ഇതിൽ ആ ഓഫർ എനിക്ക് നേടാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഓരോ ലീഡേഴ്സും ഓരോ വ്യക്തികളും ആ ഓഫറുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ആ ഓഫറുകൾ നേടുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടുള്ള ബെനിഫിറ്റുകൾ അവിടെ വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ഓരോ ആൾക്കാരും, അതിന് മേലുള്ള ഓരോ ലീഡർമാരും ഓരോ അച്ചീവ്മെൻറ്റ്സിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനി ഈ ഓഫറുകൾ തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ
ഒരു വലിയൊരു ഗ്രൂപ്പാണ് നമ്മൾ. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇപ്പോൾ ഇതിന് മേലെ നിൽക്കുന്ന ഷാവുൽ സാർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലെവൽ അച്ചീവ്മെൻറ്റ്സിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ കൂടെ തൊട്ടടുക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ടോ? അദ്ദേഹം ഇപ്പം ബ്രോൺസ് ഡയറക്ടർ ആണെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സിൽവർ ഡയറക്ടറിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് സിൽവർ ആവണമെങ്കിൽ നിങ്ങളെ ഒരാളെ വിജയിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് സിൽവർ ആവാൻ സാധിക്കുള്ളൂ. നിങ്ങൾ വിജയിക്കുന്നതിലും അദ്ദേഹം സിൽവർ ഡയറക്ടറിലേക്ക് പോകാൻ പറ്റില്ല. ട്രാവൽ ഫണ്ട് വാങ്ങിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന് അത് വാങ്ങിക്കണമെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ബ്രോൺസ് ഡയറക്ടർ ആവണം. അതിനു വേണ്ടിയാണ് അദ്ദേഹം നിങ്ങളെ കട്ടക്ക് നിന്ന് വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരാൾ ബ്രോൺസ് ഡയറക്ടർ ആവണമെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള വ്യക്തി അറ്റ്ലീസ്റ്റ് 12% വരെ എത്തേണ്ടി വരും. അപ്പോഴേ അതാവുള്ളൂ. അപ്പോൾ ഇത് ഓരോ വ്യക്തികളെയും ചെറിയ പിന്നുകളും ക്വാളിഫൈ ചെയ്ത് പോകുന്ന സമയത്താണ് അതിന് മേലുള്ള വ്യക്തി വളർന്ന് പോകുന്നുണ്ടാവും. നിങ്ങളെ അതിന് താഴെയുള്ള വ്യക്തികളെ ചെറിയ പിന്നിലെത്തിക്കുന്ന സമയത്ത് നിങ്ങളും അതുപോലെ വളർന്നുണ്ടാവും. അപ്പോൾ ഇത് 100% താഴോട്ട് ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് പോകണം. ഞാൻ കുറച്ചൊരു ബിസിനസ് വരെ സിസ്റ്റമാറ്റിക്കായി പറയുന്നത് അത് ശ്രദ്ധിച്ച് കേൾക്കുക. ലാസ്റ്റ് ഒരു 10-20 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ തരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം. ഒന്നും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം വേറെ പ്ലാനിലുള്ള ഷാവുൽ സാറിനൊക്കെ അറിയാം. 2026 ഏപ്രിൽ മാസം ആകുമ്പോൾ 2026 ഏപ്രിൽ മാസം ആകുമ്പോൾ ഫെബ്രുവരി മാസം, മാർച്ച് മാസം, ഏപ്രിൽ മാസം ഈ 3 മാസം കമ്പനി ഡബിൾ പോയിന്റുകൾ വരും. നിങ്ങൾ വാങ്ങിക്കുന്ന സാധനത്തിന് 100 PV ചെയ്യുമ്പം 200 PV വരുന്ന സമയമൊക്കെ വരും. ആ ഒരു 3 മാസമാണ് വർഷാവസാനമായതുകൊണ്ട് നല്ല ഓഫർ വരും. ആ സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ ടീമിനൊരു സ്ട്രക്ചറാക്കി ഏതെങ്കിലും ഒരു പിൻ ലെവലിൻ്റെ അടുപ്പിച്ച് കൊണ്ടുവെക്കുക. ഏതെങ്കിലും എല്ലാ ലീഡർമാരും ചെയ്യുന്നത് ഈ ഒരു 3 മാസമായിരിക്കും നമ്മുടെ പിന്നുകൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ. കാർ ഫണ്ട് അച്ചീവർ ആവുന്നത്, ഹൗസ് ഫണ്ട് അച്ചീവർ ആവുന്നത്, അല്ലെങ്കിൽ ബ്രോൺസ് ഡയറക്ടർ ഏതെങ്കിലും ഒരു ലെവലുകൾ അച്ചീവ്മെൻറ്റ് ചെയ്യുന്നത് ആ സമയത്താണ്. അപ്പോൾ അപ്പോഴേക്കും നമ്മളൊരു ടീം സെറ്റാക്കി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡബിൾ PVയുടെ സമയത്ത് 20 പേര് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 10 പേര് ചെയ്താൽ ആ പോയിന്റ്സ് കയറി വരും. അല്ലെങ്കിൽ 5 പേര് ചെയ്യുന്ന സമയത്ത് 2 പേര് ചെയ്താൽ ആ പോയിന്റ്സ് കയറി വരും. അപ്പോൾ നമുക്ക് ആ ലെവലുകൾ പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ കാറിൻ്റെ ഫണ്ടും ട്രാവൽ ഫണ്ടൊക്കെ ആ സമയത്ത് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ചെയ്യേണ്ടത് 9 മാസം നമുക്ക് സമയമുണ്ട്. 2026 ഏപ്രിൽ മാസം ആവുമ്പോഴേക്കും നമ്മൾ ഈ വന്നിരിക്കുന്ന 41 പേര്, ഞാൻ ഷാവുൽ സാർ എനിക്ക് ഫോട്ടോ അയച്ചതിന് ഇത്തിരി ആൾക്കാർ പേര് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2026 ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും ഒരു നല്ല വരുമാനം, ഒരു 50,000 രൂപയൊക്കെ വരുമാനം വാങ്ങിക്കുന്ന ലെവലിലേക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാർ ഫണ്ട് അച്ചീവർ ആവണം, സ്റ്റാർ ഡയറക്ടർ ആവണം. അതിലേക്ക് അത്രത്തോളം പോകേണ്ടിയിരിക്കുന്നില്ല. കാരണം അതിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ വരുമാനം കുറയും. അതുകൊണ്ടാണ് കാർ ഫണ്ട് അച്ചീവർ ആവുന്ന സമയത്ത് നമ്മൾ ടീം സ്ട്രക്ചർ ആയതിനു ശേഷം മാത്രം കാർ ഫണ്ട് അച്ചീവർ ആവാൻ പാടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഗോൾഡ് ഡയറക്ടർ ആവുന്ന സമയത്താണ് നമുക്ക് ടീം ബിൽഡിംഗ് ബോണസ് കിട്ടുന്നത്. ബ്രോൺസ് ഡയറക്ടറിനും സിൽവർ ഡയറക്ടറിനും ഗോൾഡ് ഡയറക്ടർ ഈ 3 പൊസിഷനിലാണ് മാത്രമേ ടീം ബിൽഡിംഗ് ബോണസ് കിട്ടൂ. ആ വരുമാനം സ്റ്റാറിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പാവും. അതുകൊണ്ടാണ് എല്ലാവരും ഒരു ഗോൾഡ് ഡയറക്ടർ എന്ന പൊസിഷൻ മനസ്സിൽ സ്വപ്നം കണ്ട് ഗോൾഡ് ഡയറക്ടറിലേക്ക് വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഗോൾഡ് ഡയറക്ടറിൽ അതിനകത്ത് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും ആ ഒരൊറ്റ പിന്നിൽ തന്നെ. അതിന് നമുക്ക് വേണ്ടുന്നത് 3 അല്ലെങ്കിൽ 4 ടീം നമുക്കുണ്ടായാൽ മതി. 2-ൽ കൂടുതൽ ടീമുകൾ വേണം. 2 പോരാ, 2-ൽ കൂടുതൽ ടീമുകൾ നമുക്കുണ്ടാവണം. 6 ടീമാണ് ഏറ്റവും നല്ല സേഫ് സോണിൽ പോകാൻ. 6 ടീം നമുക്കുണ്ടെങ്കിൽ എന്നും വരുമാനം സേഫായിരിക്കും. 6 ടീം എന്ന് വെച്ചാൽ 6 പേരെ വെറുതെ ജോയിൻ ചെയ്യിപ്പിക്കാനല്ല, സീരിയസ് ആയിട്ടുള്ള, ഇപ്പോൾ ഷാഹുൽ ചെയ്യുന്ന പോലെ, അനിലാട്ടൻ ചെയ്യുന്ന പോലെ, ജയകൃഷ്ണൻ ചെയ്യുന്ന, ഇതിൽ ഓരോ വ്യക്തികൾ ചെയ്യുന്ന പോലെ നിങ്ങളെപ്പോലത്തെ നല്ല സീരിയസ് ആയിട്ട് വിളിച്ചാൽ മീറ്റിംഗ് വന്നിരിക്കുന്ന, അത്യാവശ്യം വീട്ടിലേക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആ ആൾക്കാരെ നിങ്ങളുടെ 6 ടീമിൽ, നേരിട്ടുള്ള 6 ടീമിൽ കൊണ്ടുവരാനും ഇവർക്ക് അതേപോലെ 6 ടീം സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ട്രക്ചറുള്ള ടീമായി പോകുന്നുണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു 3 വ്യക്തികളെ, 3 ടീമിനെ ഡബിൾ സ്ട്രോങ്ങിൽ ബിൽഡ് ചെയ്യുക. 3 ടീമിന് താഴോട്ട് ഡെപ്തിൽ വർക്ക് ചെയ്യാണ്. ഇതിൽ ഡെപ്തും വിഡ്ത്തും മെയിൻറ്റെയിൻ ചെയ്യണം. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡ്, നമ്മുടെ നേരിട്ടുള്ള ജോയിനിങ്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നല്ല സ്ട്രക്ചറുള്ള വരുമാനം സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റും. സസ്റ്റൈനബിൾ ആയിട്ട് നിലനിൽക്കുന്ന വരുമാനം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ. പുതിയതായിട്ടുള്ള വന്നിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് അത്രത്തോളം മനസ്സിലാവില്ല. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാർ ഇതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. ലാസ്റ്റ് ഇവർ സംശയങ്ങളും കൂടി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും ക്ലിയർ ആവും. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും, ലൈഫായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ എല്ലാവരും മനസ്സിലും ഈ പറഞ്ഞ ഡേറ്റിൽ ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും ഒരു നല്ലൊരു പിൻ ലെവലിലേക്ക്, നല്ലൊരു വരുമാനത്തിലേക്ക് പോകാൻ കുറഞ്ഞതൊരു 10,000 രൂപയെങ്കിലും
നമ്മൾ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും വരുന്ന ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. 10,000 രൂപ എല്ലാ മാസവും വരുമാനം കിട്ടുവാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സാധാരണ കടയിൽ ഷോപ്പിലൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാർ കിട്ടുന്ന വരുമാനമാണ്. കുറച്ച് ബെറ്റർ ജോലി ആണെങ്കിൽ ഒരു 18,000 രൂപ 20,000 രൂപ കിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ തോന്നുള്ളൂ. നാട്ടിലെ അവസ്ഥ അങ്ങനെ ആയിരിക്കും. 18,000 20,000 രൂപയ്ക്ക് നാട്ടിലിപ്പോൾ ഒരു ശമ്പളം ഉണ്ടാവും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോയി കഴിഞ്ഞു. അത് വാങ്ങിക്കാനൊക്കെ ഈ ബിസിനസ് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു ജോലി കിട്ടുമ്പോൾ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ, എത്ര മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ജോലി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പകുതി ഭാഗമെങ്കിലും ഈ ബിസിനസ് ചെയ്യണം. ഒന്നും ചെയ്യാതിരുന്നാൽ ഒന്നും നേടാൻ സാധിക്കില്ല. അപ്ലൈൻ ലീഡർമാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അവരെ വിളിക്കുന്നുണ്ടാവും, മോട്ടിവേഷൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ട് സ്ഥിരമായിട്ടൊരു വരുമാനത്തിൽ നമുക്ക് പോകാൻ സാധിക്കില്ല. നിങ്ങൾ അവരുടെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ സഹായിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ നിങ്ങളെ കോൺട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്തോളാം സാറ്, അത് ബാക്കി കാര്യം നോക്കിയോ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. ഷാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഷാഫി സാറിൻ്റെ ഒരു ഓർഗനൈസേഷനാണ് അദ്ദേഹം. ഷാഫി സാറിന് മലേഷ്യയിൽ നിന്നുള്ള ബിസിനസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇതുപോലത്തെ 6 ടീമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഷാഫി സാറാണ് ഷാഹുൽ സാറിനെ കൊണ്ടുവന്ന് അതുപോലെ 6 ടീം ഇപ്പോൾ ഷാഫി സാറിനുണ്ട്. ഇതേപോലെ 6 ടീം ഷാഹുലിനുണ്ട്. ഷാഹുൽ അതേപോലെ 6 ടീം നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും ആക്കാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് അദ്ദേഹത്തോട് ഏത് ചോദിച്ചു കഴിഞ്ഞാലും എനിക്കൊന്ന് അദ്ദേഹത്തിന് വോയിസ് വരെ അറിയാൻ തോന്നും. നിങ്ങളുടെ ടീമിലെ ആൾക്കാരെ ഇന്ന വോയിസ് അത് എൻ്റെ ടീമിൽ ആളാണ് അങ്ങനെ തന്നെ പറയും. ആ വോയിസ് എൻ്റെ ടീമിൽ ആളാണ്. അങ്ങനെ അത്ര പെർഫെക്റ്റ് ആയിട്ട് നോട്ടീസ് ചെയ്ത് വ്യക്തിയില്ല. അങ്ങനെ ലീഡർ എൻ്റെ ടീമിൽ വേറെ ആരുമില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓരോ നോട്ടും നിങ്ങളുടെ പേരും എല്ലാം ഐഡൻറ്റിഫൈ എഴുതി. എനിക്ക് 2-3 ബുക്കായി തോന്നുന്നു എഴുതിയിട്ട് എല്ലാം എഴുതി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അത്രയും കർഷക കൂടെ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അദ്ദേഹം ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല. അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ അകത്ത് ചെറിയ സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കുക. സാറേ ഞാൻ എന്താണ് സാറിന് സപ്പോർട്ട് ചെയ്യേണ്ടത്, എന്നെ കൊണ്ട് എന്ത് ചെയ്തു തരാൻ പറ്റും, അത് എന്നെ പഠിപ്പിക്കും, ഞാനത് ചെയ്തുതരാം. ഒരു ചെറിയ പണി അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കണം. അദ്ദേഹത്തിന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങളെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാരെ ചാർജ് ആക്കാനും അവരെ ഇത് ബിസിനസ് വിജയിപ്പിക്കാനും അവർക്ക് ടീം ഉണ്ടാക്കി കൊടുക്കാനും എല്ലാം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് മുഴുവൻ അദ്ദേഹത്തിന് ഒരിക്കലും ഇതിന് ഐഡിയ എടുപ്പിക്കുന്ന പ്രോസസ്സ് കൊടുക്കാതിരിക്കുക. അദ്ദേഹത്തിന് 6 ഓർഗനൈസേഷൻ്റെ 6 ടീമുണ്ട്. 6 ടീമിലും ലീഡർമാരുണ്ടാവും. ആ ലീഡർമാർ നിങ്ങളുടെ താഴെ ഐഡിയ എടുക്കാൻ പഠിക്കുന്ന വ്യക്തിക്ക് ഒരു ഗുണമുണ്ട്. എന്നറിയാം, അതൊരു ഓഫറാണ്. ഞാൻ പറഞ്ഞുതരാം. ഞാനത് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് ഐഡിയ എടുക്കാൻ അറിയുകയാണെങ്കിൽ ഷാഹുൽ സാറിന് ഇപ്പോൾ ഒരാളെ കിട്ടി, ഒരാളെ ജോയിൻ ചെയ്യുക, ഐഡിയ എടുക്കാൻ ടീച്ചർ അയച്ചിരുന്ന സമയത്ത് ഷാഹുൽ സാർ എന്താ വരിക, ഇയാൾക്ക് കൊടുത്ത് അയാൾ ഐഡിയ എടുത്തോളൂ. അപ്പോൾ നേരെ അയാൾക്ക് അയച്ചത് ഒരു ഐഡിയ എടുത്തോളൂ, എനിക്ക് സമയമില്ലാണ്, അങ്ങനെ നിങ്ങൾക്ക് അയച്ചിരും. അപ്പോൾ നിങ്ങളുടെ താഴെ ഐഡിയ എടുപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കാര്യം ഐഡിയ എടുക്കാനും KYC ചെയ്യാനും എങ്ങനെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കുക. എവിടെ നിന്നാണ് ഷാഹുൽ സാർ നിങ്ങൾക്ക് കോൺടാക്റ്റ് തരുന്നത്? കുറച്ച് ചെറിയ ഓർഡർ ആണെങ്കിൽ ലിജി മാഡത്തിനെ കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഷോപ്പിലെ നമ്പർ, ഓരോ ഷോപ്പിലെ നമ്പർ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഷാഹുൽ സാർ തരുന്ന സമയത്ത് അത് സേവ് ചെയ്യുക. തിരൂർ ഷോപ്പിൽ നമ്പർ അവിടെ സേവ് ചെയ്യുക. DLCP തിരൂർ, എല്ലാത്തിനും DLCP കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺലൈൻസ് ഒരാൾ ചോദിച്ചാൽ അപ്പം തന്നെ ഷാഹുൽ സാറിന് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ ടീമിലെ എല്ലാ ആൾക്കും അത് കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പണി അവിടെ കുറഞ്ഞിട്ട് എവിടെയൊക്കെ നിങ്ങൾക്ക് അയാളെ സഹായിക്കാൻ പറ്റുമോ നിങ്ങളുടെ ബിസിനസ് പവറായി പോകുന്നുണ്ടോ. എല്ലാ വർക്കും അദ്ദേഹം. ഞാൻ ആക്ച്വലി 4 വർഷം ചെയ്തപ്പോൾ എനിക്ക് സപ്പോർട്ട് കുറവാണ്. കുറച്ച് നല്ല ലീഡേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇഷ്ടംമാതിരി ആൾക്കാർ ലീഡർമാരുണ്ട്. അതിൻ്റെതായ ബിസിനസ് ഭയങ്കരമായിട്ട് ഗ്രോത്തിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലതീത വന്നിട്ട് ഒരു മാസമേ ഉള്ളൂ. വിന്നിങ് ടീം തന്നെ ഓർഗനൈസേഷനെക്കാളും പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റർ ഉണ്ടാക്കി എനിക്കുന്നത്. അടിപൊളി പോസ്റ്ററാണ്. എൻ്റെ സാറ് ചോദിച്ചത് ആരാ ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞു സാറിനറിയാം, കറുകപ്പുത്തൂർ അന്ന് സാറ് കണ്ട ലതീത ഉണ്ടാക്കിയത്. പറഞ്ഞു സാർ അതിശയിപ്പോയി. അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ട് പോസ്റ്റർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കഴിവുണ്ട്. എനിക്കൊന്നും അങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കാൻ പോലും അറിയില്ല. ഇതിൽ പല ആൾക്കാർക്കും പല കാര്യങ്ങളും അറിയാം. ഇന്ന് ഞാൻ നേരത്തെ എനിക്ക് രാവിലെ തൊട്ടേ മീറ്റിംഗാണ്. നേരത്തെ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് വേറെ ടീം മീറ്റിംഗ് നടത്തിയപ്പോൾ അതിനകത്ത് നമ്മൾ ഈ വാട്സപ്പ് ബ്ലോക്ക് വരുന്നുണ്ടല്ലോ. നമ്മൾ ഈ ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് വാട്സപ്പ് ബ്ലോക്ക് വരുന്നില്ല. അതിന് വാട്സപ്പ് ചാനലാക്കി കഴിഞ്ഞാൽ ഷാഹുൽ ശ്രദ്ധിച്ചോട്ടെ, വാട്സപ്പ് ചാനലുണ്ട്. ഈ വാട്സപ്പ് ചാനലാക്കി കഴിഞ്ഞാൽ അതിനകത്ത് വന്നിരിക്കുന്ന ഒരാളെയും മറ്റവർക്ക് കാണാൻ പറ്റില്ല, അഡ്മിന് മാത്രമേ കാണാൻ പറ്റൂ. വ്യൂ ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കാണ് ഷെയർ കൊടുക്കുന്ന ആ വ്യക്തി ആ ചാനൽ കയറി കഴിഞ്ഞാൽ അതിനകത്തുള്ള മെസ്സേജ് അയക്ക് കിട്ടും. നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റും, ബ്ലോക്ക് വരില്ല. പിന്നെ അതിനകത്തുള്ള നമ്പർ എടുക്കാൻ പറ്റും. ഏത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അല്ലേ? അഡ്മിന് മാത്രം കമ്മ്യൂണിറ്റി ഗ്രൂപ്പല്ല, ചാനൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. വാട്സാപ്പ് ചാനൽ ഞാൻ ആക്കിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ എനിക്കിത് എങ്ങനെ യൂസ് ചെയ്യാൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ മീറ്റിങ്ങിൽ ഒരു പെണ്ണ് കയറിയപ്പോൾ അവൾ ഉഷാറാണ്. അവൾ സാറെ ചാനലാക്കിയാൽ മതി, പ്രശ്നം വരില്ല. ഞാൻ പറഞ്ഞു അതെങ്ങനെ? അപ്പോൾ അവൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതെനിക്ക് ഒന്നുകൂടെ പഠിക്കണം അത്ര. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പല ഇപ്പം ലതീതൊക്കെ ചിലപ്പോൾ അതൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും.
നിങ്ങൾക്ക് അങ്ങനെയുള്ള ടെക്നോളജി അറിയാവുന്നവർ ആ ടെക്നോളജി സപ്പോർട്ട് ഷാവുൽ സാറിന് കൊടുക്കുക. കാരണം ഇതിൽ ഓരോരാൾക്കും ഓരോ കഴിവുകളുണ്ടാവും. ആ കഴിവുകൾ കോൺട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുക, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അദ്ദേഹം വിജയിക്കും. അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ, കാരണം നിങ്ങൾ എത്ര ലക്ഷം വരുമാനം വേണം ആഗ്രഹിക്കുന്നത് അത് വാങ്ങിച്ചാൽ അദ്ദേഹം റെഡിയാണ്. കാരണം ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇന്ന് വരെ അയാൾ വരുമാനത്തിന് കൊണ്ട് അയാളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു, സാർ ഷാവുലെ ചെറിയൊരു പണി എടുത്താൽ ആ പൈസ എത്ര കിട്ടുമല്ലോ, അത് വരുമായിരിക്കും സാറേ, അതും പ്രശ്നമില്ല. ഇതുവരെ എനിക്ക് ആ പൈസയ്ക്ക് കൊണ്ട് വർക്ക് ചെയ്തിട്ട് ഇത്ര പൈസ കിട്ടാൻ വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ലാസ്റ്റ് ഞാൻ ഓർമ്മിക്കും, ഇത്ര പോയിന്റ് കൂടെ വന്നാൽ അത്ര ശമ്പളം വരും കേട്ടോ, അത് വന്നോളും സാറേ, അത്രയേ ഉള്ളൂ. ഇനി അഥവാ വന്നിട്ടില്ലെങ്കിൽ ചെറിയ ഷോർട്ടേജസ്, ആ കുഴപ്പമില്ല, അടുത്ത മാസം നോക്കാം. ആ രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിലൂടെ ചെയ്തിട്ടില്ല. ഫുൾ ടൈമാണ് കേട്ടോ, വേറെ ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഫുൾ ടൈം നിൽക്കുന്ന ലീഡറാണ്, എന്നെ പോലെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ലീഡറെ കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, മാക്സിമം അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങളുടെ ടീമിനെ വലുതാക്കിയെടുക്കാൻ 6 ടീം അദ്ദേഹത്തിനുണ്ട്. 6 ടീമിലുള്ള ആൾക്കാർക്കും 6 ടീം ആക്കി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. മാക്സിമം അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു സപ്പോർട്ട്. എന്താണ് സപ്പോർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കുന്നത്, അറ്റ്ലീസ്റ്റ് അദ്ദേഹം നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് റിപ്ലൈ കൊടുക്കണം. പല ആൾക്കാരും ചിലപ്പോൾ ഇപ്പോഴും റിപ്ലൈ കൊടുക്കാനുണ്ടാവും. എനിക്കുള്ള എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അദ്ദേഹത്തിനും അനുഭവം ഉണ്ടാവും. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾക്കും ഇതേ അനുഭവം വരും. നിങ്ങളെ കൂടെ വന്ന് ജോയിൻ ചെയ്ത വ്യക്തി മെസ്സേജ് നോക്കുന്നുണ്ടാവില്ല, റിപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക, നിർത്തിപ്പോയി എന്ന് പറയും. അവിടെ നിങ്ങൾ അവരെ ഒഴിവാക്കും, പിന്നെ അവർ കോൺടാക്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ അവർ ബിസി ആയിരിക്കും, ഹോസ്പിറ്റലിലെ കേസായിരിക്കും, പല പ്രോബ്ലംസുള്ള ആൾക്കാരാണ്. നമ്മൾ റിലേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് അവരായിട്ട് എന്നും സംസാരിച്ചുകൊണ്ട്, പല ആൾക്കാരും നമ്മളെ കുറച്ച് സമയം വിളിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റൽ കേസായിരുന്നു, അപ്പം തന്നെ അവരോട് നിങ്ങളെപ്പോൾ സാധനം വാങ്ങിക്കുമെന്ന് ചോദിക്കരുത്. അവരോട് ചോദിക്കണം എന്തായിരുന്നു പറ്റി, ഹെൽത്ത് ഓക്കെ ആയോ, ഉഷാറായോ. ആ ഒരു റിലേഷൻ അവിടെ ആയിട്ട് ഉണ്ടാവണം അവരായിട്ട്. നമ്മൾ ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ സാധനം വാങ്ങിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ PV കയറാൻ വേണ്ടിയോ മീറ്റിംഗ് കയറാൻ വേണ്ടിയും കോൺടാക്ട് ചെയ്യുന്നുണ്ടോ. പക്ഷെ ആ സമയത്ത് ആ വ്യക്തി മെസ്സേജ് ഉണ്ടാവും, ഞാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റലായിരുന്നു, സുഖമില്ലായിരുന്നു. അടുത്ത ചോദ്യം സാധനം ഇപ്പോൾ വാങ്ങിക്കുമെന്നോ അല്ലെങ്കിൽ എൻ്റെ മീറ്റിംഗ് കയറാമെന്നല്ല, എന്താ പറ്റിയേ, ഇപ്പോൾ ഓക്കെ ആയോ, നമ്മുടെ സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചുകൂടെ. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ഓരോ വ്യക്തികളും ഈ 40 പേരും പഠിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഈ ബിസിനസ് പഠിക്കേണ്ടത്. ഏറ്റവും നമ്പർ 1 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിൽഡ് ചെയ്യാൻ പഠിക്കുക. നന്നായിട്ട് നല്ലൊരു സഹോദരിയെ പോലെ, സഹോദരന്മാരെ പോലെ, അല്ലെങ്കിൽ ചേച്ചിയെ ചേട്ടനെ പോലെ കാണാൻ സാധിക്കുന്ന ലെവലിൽ നമ്മൾ ഈ ആൾക്കാരെ കണ്ടെത്തണം. ആ റിലേഷൻ ബിൽഡിങ്ങിലാണ് നിങ്ങളുടെ ആൾക്കാർ നിൽക്കുള്ളൂ. ഒരിക്കലും നമ്മുടെ വരുമാനത്തിന് വേണ്ടിയിട്ട് ഒന്നിനും നമ്മളിത് ചെയ്യേണ്ട. ഈ വരുമാനമൊക്കെ ഓട്ടോമാറ്റിക് വന്നുള്ളൂ. പിന്നുകളൊക്കെ ഓട്ടോമാറ്റിക് വരും. നിങ്ങളുടെ താഴെയുള്ള വ്യക്തികളെ ചെറിയ പിന്നുകൾ ഇതിലുള്ള ഈ മാസം ജോയിൻ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും 8% ആവാൻ വേണ്ടി ശ്രമിക്കുക. ഷാഹുലിൻ്റെ ഈ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ 8% എത്താതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മാസത്തെ ടാർഗറ്റ് 8% എത്തുക എന്നുള്ളതാണ്. അതറിയാത്ത വ്യക്തികളുണ്ടെങ്കിൽ ചോദിക്കുക. 8% ആവാൻ സിംഗിൾ മാസം, ഇപ്പം ജൂലൈ മാസമാണെങ്കിൽ ജൂലൈ മാസം നിങ്ങളുടെ PV സെൽഫ് PVയും ടോട്ടൽ PVയും കൂടെ ചേർന്നിട്ട് 300 PV ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ 8% ആവും. ടോട്ടൽ PV നിങ്ങളുടെ ഗ്രൂപ്പും കൂടെ ചേർന്നിട്ട് ഒരു 300 PV ആയ 8% മാറി. 8% എത്തിയ വ്യക്തികൾ, ലതീത മാഡം, അതുപോലെ അലീമ മാഡം, ഇങ്ങനെ കുറേ ആൾക്കാർ 8% കഴിഞ്ഞ മാസം ആയിട്ടുണ്ട്. കഴിഞ്ഞ മാസം പോസ്റ്റ് ഇട്ട ആൾക്കാരൊക്കെ ഇപ്രാവശ്യം അതെങ്ങനെ 12% എത്തിക്കാൻ, നിങ്ങൾക്ക് 12% എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വർക്ക് ചെയ്യേണ്ട. നിങ്ങളെ കൂടെയുള്ള ആൾക്കാരെ 8% ആക്കാൻ വേണ്ടി വർക്ക് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ പോയിക്കോളും. അങ്ങനെ ഒരു ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് വരുമാനത്തിൽ നീങ്ങാൻ സാധിക്കും. പക്ഷെ ആ ആക്ഷൻ കണ്ടിന്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ ഒരാഴ്ച നന്നായിട്ട് പണിയെടുക്കും, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നു, 2 ആഴ്ച മാറി നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾ 2 ആഴ്ച ഈ ബിസിനസ് മാറി നിന്ന് കഴിഞ്ഞാൽ 6 മാസം നിങ്ങൾക്ക് നഷ്ടമായ പോലെയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരിക്കലും ഈ ബിസിനസ്സിൽ നിന്ന് ഒരു ദിവസം പോലും മാറി നിൽക്കരുത്. ഒരു ദിവസം പോലും. എനിക്ക് തോന്നുന്നില്ല ഷാഹുൽ ബിസിനസ് ജോയിൻ ചെയ്തിട്ട് ഇന്ന് വരെ ആയിട്ട് ഒരു മീറ്റിംഗ് പോലും അദ്ദേഹം മിസ്സാക്കിയത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ ഷാഹുൽ? എൻ്റെ അറിവിലില്ല കേട്ടോ. ഒരു മീറ്റിംഗ് പോലും അദ്ദേഹം മിസ്സാക്കിയിട്ടില്ല. അത് രാവിലത്തെ സെഷൻ അറ്റൻഡ് ചെയ്യില്ല, CEP സെഷൻ അറ്റൻഡ് ചെയ്യില്ല. അതുകൊണ്ട് എന്തെയും അതിൻ്റെ റെക്കോർഡ് വാങ്ങിക്കും. ഡാറ്റ കളയാതിരിക്കാൻ വേണ്ടി ലാസ്റ്റ് വരെയുള്ള അവസാനത്തെ മീറ്റിംഗ് വരെ പങ്കെടുക്കാൻ വേണ്ടി ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്ന അദ്ദേഹം. ഞാൻ എല്ലാവരോടും എന്താ CEP കയറാമെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതുവരെ ഷാഹുലിനോട് ചോദിച്ചില്ല എന്താ CEP കയറാമെന്ന് ചോദിക്കാറില്ല. ബാക്കി എല്ലാവരോടും ഞാൻ ചോദിക്കാറുണ്ടെങ്കിൽ അയാൾ ചോദിക്കും. കാരണം വെച്ചാൽ അദ്ദേഹം ഡാറ്റ സേവ് ചെയ്തിട്ട് ഒരു മീറ്റിംഗ് മിസ്സാക്കാതെ നിങ്ങളുടെ ടീമിലുള്ള ആരെങ്കിലും ആ മീറ്റിംഗ് കയറിയിട്ടുണ്ടെങ്കിൽ അവർ പേര് എഴുതി വെച്ച് അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന ലീഡറാണ്. അപ്പോൾ ആ ഒരു
വ്യക്തിയെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് കൊണ്ടുപോകാനും ഞാൻ ഈ പറഞ്ഞ ടാർഗറ്റിലേക്ക് എത്താൻ നല്ല വരുമാനം 2026 നമ്മുടെ ടാർഗറ്റ്. 2026 ഏപ്രിൽ മാസം ആവുമ്പോഴേക്കും നിങ്ങളെല്ലാവരും ഏകദേശം 16% വക്കിലേക്ക് എത്താൻ, ഒരു 5500 പോയിന്റിൻ്റെ അടുത്തേക്ക് പോകാൻ, 3500 4000 പോയിന്റിൻ്റെ അടുത്തുള്ള ഒരു PV നിങ്ങളുടെ ടോട്ടൽ ക്യുമുലേറ്റീവ് PV ആക്കി മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ മാസം ഏപ്രിൽ മാസം ഈ ഷാഹുൽ സാറിൻ്റെ കൂടെയുള്ള ഇവരെല്ലാവരും ബ്രോൺസ് സെലക്ട് ആവുന്നുണ്ട്. അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ്സ് നമുക്ക് നേടിക്കൂടെ ഷാഹുൽ സാറ്? ഇവരെല്ലാവരെയും നമുക്ക് ബ്രോൺസ് സെലക്ട് എത്തിക്കാൻ വേണ്ടി ഒരു നല്ലൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനിലൂടെ റെക്കോർഡ് സൃഷ്ടിക്കുന്ന ടീമായിട്ട് മാറാൻ പോകുന്ന നമ്മുടെ ഓർഗനൈസേഷൻ. ഓൺലൈനിലൂടെ 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ലോകത്തെ ആദ്യത്തെ ടീം നമ്മുടെ ടീമായി മാറും. അങ്ങനെ നെറ്റ്വർക്കിലുള്ള ഒരാളുണ്ടാക്കില്ല. അത് തന്നെ നമ്മൾ പ്ലാൻ ആക്കണം. ഞാനിപ്പോൾ നാട്ടിലേക്ക് വരുവാണെങ്കിൽ പോലും ഞാൻ ഈ ഇപ്പോൾ ഓൺലൈനിൽ ചെയ്യുന്ന എല്ലാ പരിപാടിയും അതുപോലെ ചെയ്യും. ഫിസിക്കൽ വർക്ക് ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓൺലൈൻ പരിപാടിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, ഈ ടൈമിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതെല്ലാം ഇതേപോലെ നടക്കും. പക്ഷേ ഞാൻ നാട്ടിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ആ രീതിയിൽ ഞാൻ ബിസിനസ് പ്ലാനാക്കി, മാസ്റ്റർ പ്ലാനാണ്. അടുത്ത വർഷം അത് സ്റ്റാർട്ടാവും. അത് 5 വർഷം ഞാൻ ഈ ബിസിനസ് ഫൗണ്ടേഷനാക്കി മാറ്റി ബാക്കിയുള്ള സമയത്ത് ബിൽഡ് ചെയ്യാൻ, ബാക്കിയുള്ള 5 വർഷം കംപ്ലീറ്റ് ബിൽഡിങ്ങിലാണ്. അത്രയ്ക്കും മാസ്റ്റർ പ്ലാനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന 40 പേരും നിങ്ങൾ ഏത് ചെറിയ ലെവലിലേക്ക് അച്ചീവ്മെൻറ്റ്സിലേക്ക് പോകാൻ ശ്രമിക്കും. ചെറിയ പൊസിഷനിലേക്ക് പോകാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. ചെറിയ പിന്നിലേക്ക് മാറാൻ ശ്രമിക്കുക. നിങ്ങൾ കുറച്ച് കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നടന്ന് ഒരിക്കലും സെയിൽ ചെയ്യാതെ നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കി, നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി ആ എക്സൈറ്റ്മെൻറ്റ് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുക. 1-2 ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ഒരു മാസത്തെ ജോലി, ഇപ്പം ജയകൃഷ്ണൻ ഡ്യൂട്ടിയിൽ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് രാവിലെ ഡ്യൂട്ടിക്ക് കാരണം അദ്ദേഹം വേറെ ബസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ആ ജോലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് അദ്ദേഹത്തിന് കറക്റ്റ് അറിയാം. പോയാൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ, പോയിട്ടില്ല ശമ്പളം കിട്ടില്ല. 2-3 ദിവസം കണ്ടിന്യൂ ലീവ് എടുത്താൽ പണി വരെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ നിങ്ങളെ പ്രയോറിറ്റി ചിന്തിക്കുക. ഒരു മാസം ഞാൻ മിനിമം ഒരു 100 പോയിന്റിൻ്റെ വർക്കെങ്കിലും ചെയ്യണം എന്നൊരു ഉത്തരവാദിത്വം ഞാൻ എടുക്കും. മിനിമം ഒരു 100 പോയിന്റിൻ്റെ വർക്ക് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഒരു തീരുമാനം ഞാൻ എടുക്കും. മിനിമം 100 PV എങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അതാണ് ഞാൻ ഈ കമ്പനി കൊടുക്കുന്ന എൻ്റെ ടാർഗറ്റ്. അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു 30 ദിവസം സമയമുണ്ട്. 30 ദിവസം സമയം ഒരുമിച്ച് നിങ്ങൾക്ക് സാധനം 30 PV വാങ്ങിക്കാൻ പറ്റും. 100 PV വാങ്ങിക്കാൻ പറ്റുന്നതിൽ ഒരു 1000 രൂപയുടെ സാധനം വാങ്ങിക്കുക. 2-ാം തീയതി ആകുമ്പോൾ ഒരു 1000 രൂപ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ലക്ഷങ്ങളിൽ വരുമാനം വാങ്ങിക്കാൻ, നിങ്ങൾ കോടീശ്വരനാവുന്ന ബിസിനസ്സിന് വേണ്ടി ഒരു 1000 രൂപയെങ്കിലും എടുത്ത് കയ്യിൽ വെക്കുക. പൈസ ഇല്ലാത്ത ആൾക്കാർ 100 PV വാങ്ങിക്കുന്നവർ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തോ, 300 വാങ്ങിക്കുന്നവർ 300 കണ്ടിന്യൂ ചെയ്തോ. ഒന്നും പറ്റാത്ത വ്യക്തി പോലും ഒരു 1000 രൂപയെങ്കിലും കയ്യിൽ കരുതി വെച്ചുകൊണ്ട് 2-ാം തീയതി ആകുമ്പോൾ തന്നെ രാവിലെ തന്നെ ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഒരു 5-ാം തീയതിക്കുള്ളിൽ ആ പ്രൊഡക്റ്റ് ആർക്കും കൊടുത്ത് ആ പൈസ തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ 1000 രൂപ വെച്ച് 17-ാം തീയതിക്കുള്ളിൽ തന്നെ 100 PV ആക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കണം. അത് എന്തിനാണ്? എനിക്ക് വേണ്ടോ ആ 100 PV കൊണ്ട് എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങളെ കൂടെ വന്ന വ്യക്തികൾ ഇത് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യും. നിങ്ങൾക്കത് സിമ്പിളായി മാറും. കുറച്ച് ചെയ്യുമ്പോൾ ഈ 100 PV പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സിമ്പിളായി മാറും. നിങ്ങൾക്ക് ഈ സിമ്പിൾ കാര്യം നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യുന്ന 6 ടീമിലെ വ്യക്തികളും ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി 2-ാം തീയതി 3-ാം തീയതി ആദ്യത്തെ കൺസിസ്റ്റൻസി ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വരുമാനം 10,000 രൂപയുടെ ലെവലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എനർജി കൂടും. മാസം അവസാനം ആകുമ്പോൾ 25,000 30,000 രൂപ വരുമാനത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ദിവസം തന്നെ ആ 2-ാം തീയതി എന്ന ദിവസം തന്നെ നമ്മൾ ആ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാം. എത്രയായാലും 1000 രൂപക്കോ 2000 രൂപ നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് വാങ്ങിച്ച് ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ആർക്കും കൊടുത്ത് 2-3 കസ്റ്റമറെ മെയിൻ അവർക്ക് കൊടുത്തിട്ട് ആ പൈസ തിരിച്ചെടുത്ത് വീണ്ടും ചെയ്യാം. ലാസ്റ്റിലുള്ള പർച്ചേസിങ് നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ എന്നാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ഓരോ വ്യക്തികൾ ഏറ്റെടുക്കുക. പൈസ ഇല്ലാന്ന് വെച്ച് വിഷമിച്ചിട്ടൊന്നും ചെയ്യണ്ട. 1000 രൂപ കടം വാങ്ങിച്ച് ചെയ്ത് കഴിഞ്ഞാലും ബിസിനസ് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഒരു മക്കൾക്ക് സുഖമിലേക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 1000 രൂപ കടം വാങ്ങിക്കും, 2000 രൂപ കടം വാങ്ങിക്കും. ഒരു സർജറി വന്നാൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മളൊന്ന് ആലോചിച്ചപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോയി, കുട്ടികളെ കാണിക്കാൻ വേണ്ടി ഡോക്ടറെ കാണിക്കാൻ പോയി. ഒരു ഉദാഹരണം പറയാം കേട്ടോ, ഞാൻ ഉദാഹരണം പറയാം, വേറെ ഒന്നും തെറ്റിദ്ധരിക്കാൻ വേണ്ട. ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഇന്ന് ഈ 2 ദിവസം അങ്ങനെ സർജറി ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്, ഇത്ര ലക്ഷം രൂപ ചിലവാകുക സർജറിക്ക്. ഒരു 10 പൈസ ഇല്ലാതെ നിങ്ങൾ വണ്ടിക്കൂലി ഓട്ടോറിക്ഷൻ്റെ പൈസയും കടം വാങ്ങിച്ചായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും. ആ സമയത്താണ് ഇങ്ങനെ ഒരു ഡോക്ടർ പറയുന്ന സമയത്ത് നമ്മൾ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് ആ കാര്യം ചെയ്യില്ലേ? എന്തുകൊണ്ടാണ്? ആ കുട്ടി നമ്മളെ പ്രയോറിറ്റി ഉള്ള ആളാണ്.
നിങ്ങൾ ഈ ബിസിനസ്സിന് ആ പ്രയോറിറ്റി അങ്ങനെ ഒരു പ്രയോറിറ്റി കൊടുത്ത് നോക്കിയിട്ടുണ്ടോ? ആ പ്രയോറിറ്റി ഇതിൽ കൊടുക്കാവുന്ന വ്യക്തിക്കുണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ബിസിനസ് വിജയിക്കണം. നമ്മൾ ഇതിന് വില കൊടുക്കാതിരിക്കും. എന്തുകൊണ്ടാണ് വില കൊടുക്കാതെന്ന് അറിയോ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങളെക്കൊണ്ട് ആരും ഇതിലൊന്നും വലിയ പൈസ കൊടുത്ത് സാധനം നിർബന്ധിച്ച് പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വലിയ പൈസ നമുക്ക് ആർക്കും താല്പര്യമില്ല നിങ്ങളുടെ പൈസ കളയാൻ വേണ്ടിയിട്ട്. ഒരാളുടെ പൈസ കളഞ്ഞിട്ടുള്ള വരുമാനം വേണ്ട എന്നുള്ള പ്ലാനിൽ നമ്മൾ വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങളിതിൽ ശരിക്കും ഞാൻ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഇനി നിങ്ങളുടെ 20 മിനിറ്റ് സമയമുണ്ട് നിങ്ങൾക്ക് ഇൻട്രഡക്ഷൻ ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ സംശയങ്ങളെ ഞാൻ ക്ലിയർ ആക്കി തരാൻ പറ്റാം. കാരണം ഇന്ന് ഞാൻ സംസാരിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ട് സിനിമ കാണുന്ന പോലെ കണ്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നല്ല സിനിമയാണ്, നല്ല ക്ലൈമാക്സ് ഒക്കെയാണ്, അടിയുണ്ട്, ആക്ഷൻ ഉണ്ട്, കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ് മാറ്റി പോകാനേ പറ്റും. നിങ്ങൾക്കത് ഉപകാരമാക്കി മാറ്റണമെങ്കിൽ ഈ 20 മിനിറ്റ് കുറച്ച് വ്യക്തികളെങ്കിലും അൺമ്യൂട്ട് ആക്കിയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഉപകാരമായി മാറും. ആ 20 മിനിറ്റോ 25 മിനിറ്റോ നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല. ആരെങ്കിലും അൺമ്യൂട്ട് ആക്കി ചോദിച്ചോ. ആദ്യം ചോദിക്കണേ? ആരാണ് ഈ ടീമിൽ ഏറ്റവും നല്ല സൂപ്പർ സ്ട്രോങ് ലീഡർ ആണെന്ന് പറയുന്നത്? ആദ്യം ചോദിക്കുന്ന വ്യക്തിയാണ് ഇത് പവർഫുൾ ലീഡർ. ഹായ് സർ. പറയൂ. ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയിലാണ്. ഡ്യൂട്ടി ചെയ്തോണ്ട് തന്നെ സാറിന്റെ കേട്ടോണ്ടിരുന്നു മീറ്റിംഗ്സ്. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ എപ്പോഴും വാട്സാപ്പിലൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആളാണ്. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ക്ലിയർ ആയി കൊടുക്കും. ഇതില് ഞാൻ ഇന്നലെ എന്റെ ഐഡി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഡെന്റ് അഷ്യൂറും ഒരു അഷ്യൂർ സോപ്പുമാണ് വാങ്ങിച്ചത്. അപ്പോ അതിന്റെ PV ഉണ്ടല്ലോ പോയിന്റ്, അതേപോലെ സാർ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ 100 PV ഒരു മാസം ഞങ്ങൾ PV കൊണ്ടുവന്നു കഴിഞ്ഞാല് നോർമലി നമുക്ക് ഇതെങ്ങനെയാണ് ഇതിന്റെ ബോണസ് വരല്? നമ്മൾ ഈ 100 PV എന്തിനാ പറഞ്ഞ വെച്ചാൽ 100 PV ആ ബോണസിന് വേണ്ടിയല്ല. ആക്ച്വലി നമ്മളൊരു 4 മാസം 100 PV ചെയ്യുന്നത്, 4 മാസം 100 PV. ജാബിറിന് ഓഫീസിൽ ജോലി തിരക്കാണ് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നമ്മൾ 4 മാസം 100 PV ചെയ്യുമ്പോഴാണ് നമുക്ക് കൺസിസ്റ്റൻസി ഫ്രീ പ്രൊഡക്റ്റ്, ആ ഫ്രീ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ 100 PV ചെയ്യുന്നുണ്ടാവുക. കൺസിസ്റ്റൻസി ഓഫർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അതൊരു ബോണസ് എന്ന് വെച്ചാൽ അതിന് ചെറിയൊരു ബോണസ് മാത്രമേ 100 PV കിട്ടുള്ളൂ. നമുക്ക് 4 മാസം 100 PV കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അത് 14 ഡേറ്റിനുള്ളിൽ ചെയ്യുകയാണെങ്കിൽ 5-ാമത്തെ മാസം 2515 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 100 PV ചെയ്യുന്നത്. കാരണം ഒരു റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്, ചെറിയൊരു ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. 5-ാമത്തെ മാസം 2515 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലവാക്കുന്ന തുകയുടെ പകുതി 50% നമുക്കവിടെ തിരിച്ച് കിട്ടി. അതാണ് ഈ ഒരു കൺസിസ്റ്റൻസി ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്. നമ്മൾ ചിലവാക്കുന്ന തുകയുടെ 50% നമുക്ക് തിരിച്ചു വന്നു. നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ സാധിച്ചു. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തി ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ് അതൊരു വലിയ ബിസിനസ്സായി മാറുന്നത്. അല്ലാതെ നമ്മൾ ഈ 100 PV ചെയ്യുന്നത് നമുക്ക് വലിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അതിൻ്റെ റീറ്റെയിൽ പ്രോഫിറ്റും ഫ്രീ പ്രൊഡക്റ്റും കൺസിസ്റ്റൻസി പ്രോഫിറ്റും എടുക്കാനും ഇത് നിങ്ങൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അത് വലിയ ടേൺ ഓവർ ബിസിനസ്സായി മാറുന്നു. അതാണ് ഇതിൻ്റെ ലാഭം നമുക്ക് വരുന്നത്. ഇത് ക്ലിയർ ആണോ? ജാബിർ ചോദിച്ച ചോദ്യം മറ്റുള്ളവർക്ക് ആർക്കും ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു. ആർക്കും ഇതിൽ ക്ലാരിറ്റി വേണം? അലീമ മാഡം എന്തോ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചോളൂ. നൂറ് PV ചെയ്യുമ്പോൾ ചെറിയൊരു ക്യാഷ് ബാക്കേ ഉള്ളൂ കേട്ടോ. ചെറിയ ക്യാഷ് ബാക്ക് ഉണ്ടാവുള്ളൂ. അത് 8%കാർക്ക് ചെറിയ ക്യാഷ് ബാക്കാണ്. 12% കുറച്ചും കൂടെ കൂടും, 16% കുറച്ചും കൂടെ അധികമാകുന്നുണ്ടാവും. അത് പക്ഷേ നിങ്ങൾ 16% എത്തുമ്പോൾ ഷാഹുലൊക്കെ 16%, ഷമീറത്ത് 16%, കുറേ ആൾക്കാർ 16% ഉണ്ട്. അവർ സെൽഫ് PV ചെയ്യുമ്പം അതിന് 16% കിട്ടും. ഒരു പുതിയൊരു ജോയിനിങ് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് അവർ 100 PV ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 11% കിട്ടും. പുതിയ ജോയിനിങ് നേരിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോസ്റ്റർ ID വെച്ച് ചെയ്താലും കിട്ടും കേട്ടോ. അതിനെക്കുറിച്ച് അറിയാമോ? ഫോസ്റ്റർ ID കുറിച്ച് ആർക്കും അറിയാമോ? ഇപ്പം ഞാനൊരു ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം, അപ്പോൾ മനസ്സിലാവും. ഇപ്പം ഷാഹുൽ സാറ് അല്ലെങ്കിൽ ഷമീറത്തിൻ്റെ ഉദാഹരണം, ഷാഹുൽ സാറിനെ തന്നെ പറയണം. ഷാഹുൽ സാറിൻ്റെ ഒരു ടീം ലീഡറാണ്. ഷമീറത്ത് ഇവിടെ ഉണ്ടോ? കേൾക്കുന്നത് വിശ്വസിക്കുന്നു. ഞാൻ ഷമീറത്തിന് അത് ഉദാഹരണം പറഞ്ഞുതരാം. ഷമീറത്ത് 16% വ്യക്തി, നിങ്ങൾക്ക് 16%ത്തിലുള്ള വ്യക്തിയാണ് അല്ലേ? നിങ്ങൾ 16% നിങ്ങൾ സെൽഫ് PV ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 16% നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജോയിനിങ് വന്നു. പക്ഷേ ഓൾറെഡി നിങ്ങൾക്ക് 2-3 ടീമുണ്ട്. ആ ടീമിലെ ആൾക്കാർ കുറച്ച് ശക്തി കുറവാണ്, അവർക്ക് അത്ര റിസൾട്ട് ഇല്ല, അവർക്ക് ജോയിനിങ് ഒന്നും നടക്കുന്നില്ല. ഒരു ജോയിനിങ് അവരുടെ താഴെ വെച്ച് കൊടുക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
പക്ഷെ അവർ പർച്ചേസ് ചെയ്യുമ്പം ആ പൈസ അവർക്കാ പോകുന്നുണ്ടാവും. നിങ്ങളവിടെ ഫോസ്റ്റർ ഐ ഡി വെക്കുവാണെങ്കിൽ, ഫോസ്റ്റർ ഐ ഡി വെക്കുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയുടെ ഇൻകം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അവിടെ അവർക്ക് പോയിന്റ് കിട്ടുന്നുണ്ടാവും. ആ പോയിന്റിലൂടെ അവർക്ക് അച്ചീവ്മെന്റ്സിൽ എത്താൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്കും വരും കേട്ടോ. അങ്ങനെ ഒരു ഗുണം അവിടെ ഉണ്ട്. അങ്ങനെ ഫോസ്റ്റർ ഐ ഡിയുടെ ഗുണം കമ്പനി എന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലിയ വലിയ ലീഡർമാർ, ഈ 15 ലക്ഷം 20 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ലീഡർമാർ, അവർ ഓൾറെഡി 16 ടീമിനെ ബിൽഡ് ചെയ്ത് വലിയ ടീമായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വീണ്ടും പുതിയ ജോയിനിങ് ആക്കിയാൽ ഈ 14 ആ പുതിയ ജോയിനിങ്ങിൽ 14% ചെറിയ എമൗണ്ട് ഉള്ളത് 400-300 രൂപയുള്ളത്. അവരെന്താ ചെയ്യുക, ഈ LOB വലിയ LOB ആക്കിയാൽ മാറ്റാണ്ട് അതിനെ താഴെ കൊണ്ട് ഫോസ്റ്റർ ഐ ഡി കൊണ്ട് ജോയിൻ ചെയ്യും. അപ്പോൾ ടീമിലുള്ള ആൾക്കാർ മൂട്ടിൽ തീ കൊടുക്കാൻ അടിയിൽ കൊണ്ട് ഒരാളെ ജോയിൻ ചെയ്യിച്ചാൽ അതെല്ലാം മേലുള്ള എല്ലാവരും ഉഷാറായി വരും. അതിനുകൊണ്ട് അങ്ങനെ ഫോസ്റ്റർ ഐ ഡി എന്ന സംവിധാനം നമുക്ക് വെസ്റ്റേജ് കമ്പനി തന്നിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. സമീരത്തിന് ജോയിനിങ് ചെയ്യുന്ന സമയത്ത് ഫോസ്റ്റർ ഐ ഡി വെച്ച് ഒരു ഐ ഡി താഴെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ അതിന് ബെനിഫിറ്റ് എക്സ്ട്രാ കിട്ടും. ക്ലിയർ ആണോ ഷമീരത്തെ? ഷമീരത്തിന് മാത്രമല്ല എല്ലാവർക്കും കിട്ടും കേട്ടോ, എല്ലാ ആൾക്കാരും കിട്ടും. ഞാൻ ഷമീരത്ത് 16% ആയതുകൊണ്ട് ആ പേര് വിളിച്ചതേ ഉള്ളൂ. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം അനിലേട്ടന് ഒരു ജോയിനിങ് ഉണ്ട്, അനിലേട്ടന് ഓൾറെഡി 6 ടീമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രേസ്യാമ്മ ചേച്ചിന് താഴെ ഒരു ജോയിനിങ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് താഴെ ജോയിനിങ് ആക്കി കൊടുക്കാം. ഫോസ്റ്റർ ഐ ഡി വേണമെങ്കിൽ അനിലേട്ടൻ്റെ വെക്കാം. ആള് ജോയിനിങ് നടത്തുന്നത് താഴെ ആയിരിക്കും, പക്ഷെ ഫോസ്റ്റർ ഐ ഡി നിങ്ങളായിരിക്കും. അത് നമ്മുടെ അപ്ലിക്കേഷൻ ഐ ഡി എടുക്കുന്ന സമയത്ത് അവിടെ കാണും. അതെങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് സാറേ? താഴെ അല്ലാണ്ട് എപ്പോഴും താഴെ ആയിരിക്കും ജോയിൻ ആക്കിയിട്ടുണ്ടോ? ഇല്ല, നമ്മളിപ്പോ ഒരു ടീം ഇങ്ങനെ ഡെവലപ്പായി വരുന്നല്ലോ. ഓക്കെ, അല്ലാണ്ട് അത് ഞാൻ ഐ ഡി എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ക്ലിയർ ആവില്ല. അത് നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് നിങ്ങളുടെ താഴെ ഒരു ഐ ഡി എടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫോസ്റ്റർ ഐ ഡിയുടെ കാര്യം പറഞ്ഞുതരാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ആദ്യം നിങ്ങളുടെ നേരിട്ട് ആ ഒരു ടീം ആവട്ടെ. അതിനുശേഷം അതിന് താഴെ എങ്ങനെയാണ് ഐ ഡി എടുക്കുന്നത് പറഞ്ഞുതരും. ഷാഹുൽ സാർ പറഞ്ഞുതരും. ഫോസ്റ്റർ ഐ ഡി എങ്ങനെ ആക്കുന്നത് അവിടെ ഉണ്ട്, നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഉണ്ട്. ഇപ്പൊ പറഞ്ഞ കൺഫ്യൂഷൻ ആവും കേട്ടോ. ഞാൻ ഇത്രയും സമയം സംസാരിച്ച മറ്റുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ? വരുമാനത്തെ എത്തിക്കുന്ന ലെവലിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉള്ളിൽ സംശയം ചോദിച്ചോളൂ കേട്ടോ. 41 പേര് നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. 41 പേര് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് മീറ്റിംഗ് ആണ്. സൂപ്പർ, വെരി ഗുഡ് ഷാവൽ, സൂപ്പർ മീറ്റിംഗ് ആണ്. എനിക്ക് തോന്നി നമ്മുടെ ഓർഗനൈസേഷനിൽ ഞാൻ ഇതുവരെ ചെറിയ കുറേ ടീം മീറ്റ് വെച്ചാൽ ഏറ്റവും പവർഫുൾ ആയ ടീം മീറ്റായി മാറിയത്. 28-29 വരെ ഉള്ള മീറ്റിംഗ് ഓരോ ടീമും നടത്തിയത്. ഇത് 41 പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ സാറേ 70 പേര് ആക്കും. നിങ്ങൾക്ക് വാശി പിടിച്ചൂടെ? ആ ഒരു വാശി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അല്ല ഷാവുലെ, അടുത്ത പ്രാവശ്യത്തെ ഷാവുലിൻ്റെ ടീം മീറ്റ് വെക്കുന്ന സമയം അടുത്ത മാസം ഉണ്ടാവും ഇതുപോലത്തെ ഷാവുലിൻ്റെ സ്പെഷ്യൽ ടീം മീറ്റ്. അന്നേരം നിങ്ങൾ 41 അല്ല 60-70 പിടിക്കണം. നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അടുത്ത പ്രാവശ്യം ഷാജി സാറിനെ വിളിക്കുന്ന സമയത്ത് 70 പേരെ പങ്കെടുപ്പിക്കണം. ആ ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഓക്കെ, അസ്മാബി എന്താ ആർക്കും സംശയം ചോദിച്ചോളൂ. സമയമുണ്ട്, 10-15 മിനിറ്റ് സമയമുണ്ട്. എന്തെങ്കിലും ചോദിച്ചേ പറ്റി, ചോദിച്ചാലേ നിങ്ങൾക്ക് പഠിക്കുള്ളൂ. ആരെങ്കിലും എല്ലാം ക്ലിയർ ആണോ? നിങ്ങൾക്ക് എല്ലാം ഈ ബിസിനസ് കംപ്ലീറ്റ് മനസ്സിലായിട്ടുണ്ടോ? അലീമ മേഡം ഒന്ന് ചോദിച്ചോളൂ. ഹലോ, പറയൂ അസ്മാബി. സാറേ, നമുക്കിപ്പോ ഒരു പ്രതിമാസം ഒരു വരുമാനം കിട്ടണം. ഞാൻ ഉദ്ദേശം ചോദിക്കണം. നമ്മിപ്പോ ഇതിൽ ചേർന്ന് ഐഡിയ അടിച്ച് നമ്മ സാധനങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. നമ്മിപ്പോ ജോയിൻ ചെയ്ത് ചെറിയൊരു വരുമാനം നമുക്ക് വേണമല്ലോ. നമ്മ ഹൗസ് വൈഫാണ്. പ്രതിമാസം നമ്മ ഇത്ര എടുത്ത് എത്ര PV എടുക്കണം, അങ്ങനെ നമുക്കൊരു ചെറിയ വരുമാനം കിട്ടുന്നത് എങ്ങനെയാ? നമുക്ക് എല്ലാ മാസവും വരുമാനമുണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രതിമാസം നമുക്ക് വരുമാനമുണ്ട്. പക്ഷെ അത് വലിയ വരുമാനം അല്ലാന്നേ ഉള്ളൂ. എല്ലാ മാസവും നിങ്ങൾ കഴിഞ്ഞ മാസം അസ്മാബി കഴിഞ്ഞ ജൂൺ മാസം എന്തെങ്കിലും സാധനം വാങ്ങിച്ച ആൾക്കാർ, ഇതിനകത്തുള്ള എല്ലാ ആൾക്കാരും ജൂൺ മാസത്തിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന അടുത്ത 10-ാം തീയതി, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കഴിഞ്ഞ് 10-ാം തീയതി ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബോണസ് വരും. മാസം വരുന്ന വരുമാനം നമുക്ക് എല്ലാവർക്കും വരും. അത് ചിലപ്പോൾ ചെറുതായിരിക്കും. ഒരു സോപ്പ് വാങ്ങിച്ചാൽ 1 രൂപ വരുമാനമായിരിക്കും. നിങ്ങൾ 100 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ അതിന് ചെറിയ പൈസ കിട്ടുമല്ലോ. ആ ചെറിയ പൈസ നമുക്ക് എല്ലാ മാസവും വരും. അതിന് വലിയ വരുമാനമാക്കാനായിരിക്കും അസ്മാവി ചോദിക്കുന്നത്. നല്ലൊരു സാധാരണ ജോലിക്ക് പോയാൽ കിട്ടുന്ന ഒരു ശമ്പളം അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതാവാം. ഒരു പ്രതിമാസം ഒരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 10000 രൂപ മാസ വരുമാനം വേണം. അതിന് ഞാൻ 2 രീതിയിൽ പറഞ്ഞുതരാം കേട്ടോ. 2 രീതിയിൽ പറഞ്ഞുതരാം. ഒന്ന്, നമുക്ക് ടീം ബിൽഡ് ചെയ്തിട്ട് ഒരു പ്രതിമാസ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. ടീം നല്ല ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പൊ
ഇപ്പം ആദ്യം തന്നെ ടീം ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും. 3 മാസം ഒക്കെ കഴിയുമ്പോൾ ഒരു നല്ല ടീമായി വരാം. ആ സമയത്ത് നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ എന്തായാലും പൈസ ഉണ്ടാക്കാൻ വന്ന ബിസിനസ് മൈൻഡിൽ വന്ന ആൾക്കാരാണ്. നമ്മൾ 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന പെരിന്തൽമണ്ണയിൽ ആയിഷ താത്ത ഈ ബിസിനസ് വരുന്ന സമയത്ത് കേരളത്തിൽ ഷോപ്പ് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ എവിടെയും വെസ്റ്റേജ് ഇല്ല. കേരളത്തിൽ വെസ്റ്റേജ് വന്നിട്ടില്ല. വെസ്റ്റേജ് കമ്പനി കേരള സംസ്ഥാനത്തിൽ ഓപ്പൺ ആക്കിയിട്ടില്ല. ആ സമയത്താണ് ആയിഷ മാഡം ഈ ബിസിനസ് വന്നിരിക്കുന്നത്. അവർ മംഗലാപുരം പോയിട്ട് ട്രെയിൻ കയറി മംഗലാപുരം പോയിട്ട് സാധനം വാങ്ങിക്കും. 5000 ഫസ്റ്റ് 2-ാം തീയതി തന്നെ പോയിട്ട് 5000 രൂപയുടെ സാധനം വാങ്ങിച്ചുകൊണ്ടിരും. ആ വാങ്ങിക്കുന്ന സാധനം അതിൽ 3/4 ഭാഗവും മുഖത്തിടുന്ന പൗഡറാണ്. മുഖത്തിടുന്ന പൗഡർ അവർ യൂട്യൂബിൽ പോയി വീഡിയോ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് സോപ്പും പേസ്റ്റും അങ്ങനെ 2-3 സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്തിട്ട് 30,000 രൂപയുടെ സാധനം ഒരു മാസം വാങ്ങിക്കുക. അവർ അന്നേരം ബിസിനസ് സിസ്റ്റം ഒന്നും അറിയില്ലായിരുന്നു. അവർ അന്നേരം ഈ വെസ്റ്റേജിൽ വരുന്ന സമയത്ത് പട്ടിണിയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ അവരുടെ എക്സ്പീരിയൻസ് കേട്ട് മനസ്സിലായി. പട്ടിണിയായിരുന്നു. വിശന്നിട്ട് വയറ് കെട്ടിപ്പിടിച്ച് വിശപ്പ് മാറ്റിയ ഫാമിലിയാണ് അവർ. 2 പേര് ഹസ്ബൻഡ് വൈഫ് അത്രയും കഷ്ടപ്പെട്ട ഫാമിലിയാണ് അവർ. അങ്ങനെയുള്ള വ്യക്തിയാണ് ഈ വെസ്റ്റേജ് ബിസിനസ് ജോയിൻ ചെയ്തത്. ആ സമയത്ത് അവരുടെ ലീഡർമാർ പറഞ്ഞു, ഈ നിങ്ങൾ ചോദിച്ച ചോദ്യം ചോദിച്ച് നമുക്ക് സാറേ എനിക്ക് വരുമാനമൊന്നും ഇല്ല, എനിക്കൊരു പ്രതിമാസ വരുമാനം വരണം, എല്ലാ മാസം വീട്ടുകാര്യങ്ങൾക്ക് ചിലവിനൊക്കെ ബുദ്ധിമുട്ടാണ്, പെമ്മക്കളാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആ സാറ് പറഞ്ഞു കൊടുത്ത ടെക്നിക്ക് എന്താ വെച്ചാൽ നിങ്ങൾ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സംവിധാനമുണ്ട്, അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടുക. ആ കഷ്ടപ്പെടുന്ന സമയത്ത് ഫുൾ റീറ്റെയിൽ പ്രോഫിറ്റിലേക്ക് പോകാതെ ഒരു ടീമും കൂടെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അവരുടെ വീട്ടിലേക്കുള്ള ചിലവിനുള്ള പൈസ അവരുണ്ടാക്കിയത് അങ്ങനെയാണ്. കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് കുറച്ച് പുറത്തിറങ്ങി നടന്ന് അവരെ പരിചയക്കാരും ബന്ധക്കാരൊക്കെ പോയി നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് എനിക്ക് വരുമാനമൊന്നുമില്ല, നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്ന് വെച്ചാൽ സോപ്പും പേസ്റ്റും കുറച്ച് സാധനമൊക്കെ കൊടുത്തിട്ട് അത് കുറച്ച് ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ ഇൻട്രസ്റ്റ് കൂടി തുടങ്ങി. അങ്ങനെ ഒരു മാസം കുറച്ച് വലിയ ടീം വന്ന സമയത്ത് അവർ 30,000 രൂപയുടെ കസ്റ്റമർക്ക് അവർക്കുണ്ടായി. 30,000 രൂപയുടെ സാധനം വാങ്ങിക്കും. അത് MRPയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കുമായിരുന്നു ആ സമയത്ത്. പിന്നെയാണ് വലിയ വലിയ ടീം ലീഡറൊക്കെ വന്ന് നല്ല അടിപൊളി ലീഡറൊക്കെ റെഹാനത്തിനെ പോലത്തെ വലിയ വലിയ പുലികൾ പോലത്തെ ലീഡറൊക്കെ വന്ന സമയത്താണ് ഇപ്പോൾ 5 ലക്ഷം രൂപ മാസ വരുമാനം, 25 ലക്ഷത്തിന് 3 കാറൊക്കെ വാങ്ങിച്ചു വരും. 3 കാറുണ്ട് 25 ലക്ഷത്തിൻ്റെ. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ അല്ല, പട്ടിണി കിടന്ന ഫാമിലി ആയിരുന്നു. വരുമാനം ആഗ്രഹിച്ച് നിങ്ങളെപ്പോലെ വരുമാനം ആഗ്രഹിച്ച് വന്ന ആളാണ് ആയിഷ മാഡം. ചെറുതായി കുറച്ച് കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്ത് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി. കാരണം MRP ലാഭം. അന്ന് ആയിഷ മാഡം ചെയ്യുന്ന സമയത്ത് ഒരു പേസ്റ്റ് വിറ്റ് കഴിഞ്ഞാൽ 13 രൂപ ഇട്ടുള്ളൂ. ഇന്ന് പേസ്റ്റ് വിറ്റ് കഴിഞ്ഞാൽ 35 രൂപയുണ്ട്. ക്ലിയർ ആയില്ലേ? അന്ന് ആയിഷ താത്ത വെക്കുന്ന സമയത്ത് ഒരു പേസ്റ്റ് ആർക്കും കൊടുത്താൽ 13 രൂപ ലാഭം. ഇന്ന് ഒരു പേസ്റ്റ് കൊടുത്താൽ 35 രൂപ ലാഭം. MRP കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 35 രൂപ ലാഭം എടുത്ത് കൊടുക്കണ്ട, ഒരു 10 രൂപയെങ്കിലും ലാഭം എടുത്ത് കൊടുത്തോ. കാരണം കസ്റ്റമർക്ക് 35 കൊടുക്കുമ്പോൾ അവർക്ക് വില കൂടുതലായിരിക്കും, രണ്ടാമത് വാങ്ങിക്കില്ല. അവർ പറയും അയ്യോ വില കൂടുതൽ വേണ്ട. പക്ഷേ നമുക്ക് കിട്ടുന്ന 72 രൂപയ്ക്കാണെങ്കിൽ ഒരു 80 രൂപ കൊടുത്താലും അല്ലെങ്കിൽ 85 രൂപ കൊടുത്താലും നമുക്ക് 10-15 രൂപ ലാഭമാണ്. ഒരു 5-10 കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ സാധിക്കുവാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള നിങ്ങൾ ചെറിയ ഇൻകത്തിനോടൊപ്പം ഈ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. അതൊരു 4 മാസം കണ്ടിന്യൂ മെയിൻറ്റെയിൻ സമയത്ത് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടാവും. ഓരോ പ്രാവശ്യം ഫ്രീ പ്രൊഡക്റ്റ് ഈ ചെറിയ ക്യാഷ് ബാക്കൊക്കെ നമ്മൾ എടുത്ത് ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കുക. ആ സെയിം ടൈമിൽ നമ്മൾ ഈ ടീം ഡെവലപ്പ് ആക്കുക. നിങ്ങൾ ചെയ്യുന്ന ഇപ്പം അസ്മാബി എന്താണോ ചെയ്യുന്നത്, ഒരു 1000 രൂപയുടെ 2000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് കുറച്ച് പുറത്തൊക്കെ കൊടുത്ത് മൂവ് ചെയ്യുന്ന ആളാണ് അസ്മാബി എങ്കിൽ അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു 5-6 പേരെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അവർ ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി പോയിന്റ് കയറി നിങ്ങൾ 16% എത്തുന്ന സമയത്ത് ഒരു 3 മാസം ആവും ഏകദേശം. അങ്ങനെയൊക്കെ ആവണമെങ്കിൽ നല്ല സ്പീഡായി ചെയ്യുമെങ്കിൽ 16% ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നിങ്ങൾ ഇവരെല്ലാം ചെയ്യുന്ന വോളിയം നിങ്ങൾ 2600 PV ഒക്കെ ആവുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് എല്ലാ മാസവും നിങ്ങൾക്ക് അത്രയും പോയിന്റ് കയറി വരും. അപ്പോൾ ഒരു 10,000 രൂപ എല്ലാ മാസവും വരുമാനമായിട്ട് വരും. ആ സമയത്തും നിങ്ങൾ ഈ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് വേറെയും വരും. 16% ആകുന്ന പൈസ വേറെയും വരുന്നുണ്ടാവും. ഒരു ആദ്യമൊക്കെ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. ആദ്യം ചിലപ്പോൾ 100 രൂപയാണെങ്കിൽ പിറ്റേ മാസം 200-300 ആവുന്നുണ്ടാവും. പിന്നെ 500, 1000, 1500, 2000. ഷാഹുൽ സാർ ആദ്യം വാങ്ങിച്ച വരുമാനം 13 രൂപയാണ് അല്ലേ? 13 രൂപയാണ് ഫസ്റ്റ് മാസം അദ്ദേഹത്തിൻ്റെ വരുമാനം. രണ്ടാമത്തെ മാസം എനിക്കൊന്ന് 200 സംതിങ് റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ മാസം എനിക്കൊന്ന് 700 ആണോ 1000 ആണോ എന്ന് എനിക്കറിയില്ല, അത്രയും ആയിട്ടുണ്ട്. പിന്നെ 1500 2700 പിന്നെ വാങ്ങിച്ചത് 4000 എന്തോ വാങ്ങിച്ചു. പിന്നെ 8000 രൂപ. അങ്ങനെ കൂടി വന്നതാണ്. ഇതുവരെ താഴോട്ട് പോകാൻ സമ്മതിച്ചില്ല. അതിൽ പിടിച്ച് നിന്നിട്ടുണ്ട്. അതിങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞിട്ട് ഏപ്രിൽ 2026 ഏപ്രിൽ മാസം ആകുമ്പോൾ ഏത് പിന്നാണ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു വലിയ പിൻ ഇതെല്ലാം ഞാൻ അച്ചീവ് ചെയ്യുന്ന വാശി പിടിച്ചിരിക്കുകയാണ്. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇതിലുള്ള പല ലീഡർമാരെ ഏതെങ്കിലും ഒരു പിന്നെ അച്ചീവ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും കുറച്ച് ലീഡർമാരെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇന്നാളെ വിജയിപ്പിച്ചുകൊണ്ട് എനിക്ക് ഒരു ഹയർ പിന്നിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചാൽ പറഞ്ഞിട്ടോ, അത് നിങ്ങളിൽ ആരോ ഒരാളായിരിക്കും.
അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും ആവാൻ വേണ്ടി അവരോട് നിൽക്കുക, കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഓരോ ലെവൽ അച്ചീവ്മെൻറ്റ്സിനും വരുമാനത്തിലേക്ക് പോകാൻ കൂടെ നിന്ന് കൊടുക്കുക. നമ്മൾ ആദ്യം വരുമാനം ഫോക്കസ് ചെയ്യാതിരിക്കുക. അസ്മാബി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ സ്വന്തമായിട്ട് ഇത് ചെയ്യുന്നത് ഒരു ജോലിയല്ല നമ്മൾ ചെയ്യുന്നത് ചിന്തിക്കുക, ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത് മനസ്സിലാക്കുക. സാധാരണ ലെവലിൽ ബിസിനസ് ചെയ്യാൻ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബിസിനസ് ഉണ്ടാക്കുള്ളൂ. അവിടെ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇറക്കിയ പൈസ നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു 1.5 വർഷം 2 വർഷം ആവും. അതുവരെ നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ചിലവിൻ്റെ കാര്യമായിരിക്കും. പക്ഷേ ഒരു ബിസിനസ് ആകുമ്പം 1-2 വർഷം പിടിക്കും അതൊരു ഫൗണ്ടേഷൻ ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇതിനെ ജോലിയെ പോലെ വരുമാനം സ്ഥിര വരുമാനമായിട്ട് കാണാതെ ഒരു ബിസിനസ് മൈൻഡിലൂടെ ചെറിയ ചെറിയ വരുമാനം വാങ്ങിച്ച് ഒരു സ്ഥിര വരുമാനത്തിലേക്ക് എത്തുന്ന ലെവലിലേക്ക് നമുക്ക് സ്ഥിര വരുമാനം ഒരിക്കലും ഇതിൽ 5000 വെച്ചാൽ എല്ലാ മാസവും 5000 തരില്ല. ചിലപ്പോൾ 5000 ആവാം, പിറ്റത്തെ മാസം 10000 ആവാം, ചിലപ്പോൾ 2000 ആയേക്കാം. ബിസിനസ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടോ, കച്ചവടം കുറഞ്ഞു കഴിഞ്ഞാൽ പൈസ കുറയും, അങ്ങോട്ടും ഇങ്ങോട്ടും വരും. നമ്മളിതിനെ ബിസിനസ് ആയിട്ട് തന്നെ കാണാം കേട്ടോ. ഒരു സ്ഥിരമായിട്ടൊരു വരുമാനം തൊഴിലുറപ്പിന് പോയ പോലെ അല്ലെങ്കിൽ ജോലിക്ക് പോയ ഓഫീസിൽ പോയി കിട്ടുന്ന പോലെ ശമ്പളത്തെ പോലെ കാണാതെ ബിസിനസ് മൈൻഡിലേക്ക് വരിക. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ വേണമെന്നുണ്ടെങ്കിൽ ഒരു റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് പുറത്തൊക്കെ കൊടുത്ത് ആ പൈസ ഉണ്ടാക്കിയിരിക്കാൻ ശ്രമിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കസ്റ്റമർ ക്രിയേഷൻ ചെയ്യാൻ പറ്റുന്ന പരിപാടി ഞാൻ ഈ പറഞ്ഞ കുക്കിംഗ് ഓയിലാണ്, തവിടെണ്ണയാണ്. വെളിച്ചെണ്ണക്ക് അടുത്ത കുറച്ച് കാലം ഒരു 1-2 മാസം വരെ ഈ മഴ നിൽക്കുന്നത് വരെ വെളിച്ചെണ്ണയുടെ വില കുറയില്ല. ഈ 2 മാസം കൊണ്ട് നിങ്ങൾ ഇപ്പം തവിടെണ്ണ കൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ തവിടെണ്ണ നിങ്ങളോട് ചോദിച്ച് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ തവിടെണ്ണ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നിങ്ങൾ തവിടെണ്ണ വാങ്ങിക്കുക, എല്ലാവരും 2 ലിറ്ററിൻ്റെ 2 ബോട്ടിൽ തവിടെണ്ണ വാങ്ങിക്കുക നിങ്ങൾ ഓടേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ബോട്ടിലിനകത്ത് ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ 4 ആക്കി വെക്കുക. എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ വാങ്ങിച്ചു ഓൾറെഡി 8 ബോട്ടിൽ തവിടെണ്ണ അമ്മ വാങ്ങിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ വാങ്ങിക്കുക, 4 ബോട്ടിലാക്കുക, 160 രൂപ വെച്ച് 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ 4 ആക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ 8 ബോട്ടിലും ഓൾറെഡി നമുക്ക് കസ്റ്റമറുണ്ട്, പേസ്റ്റും സോപ്പും വാങ്ങിക്കുന്ന കസ്റ്റമറുണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയ ടെക്നിക്കാണ്. 15 കസ്റ്റമർ 15 സോപ്പും 15 പേസ്റ്റും വാങ്ങിക്കുന്ന കസ്റ്റമർ നമുക്കുണ്ട്. ഈ കസ്റ്റമർ എടുക്കുക അടുത്ത സോപ്പ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അമ്മ 1/2 ലിറ്ററിൻ്റെ തവിടെണ്ണ അവർക്ക് എല്ലാവർക്കും കൊടുക്കും. 160 രൂപ കൊടുത്ത് അമ്മക്കത് കൊടുക്കുകയും ചെയ്യും. അതിനകത്ത് ലാഭമുണ്ട്. 160 പറഞ്ഞാൽ 1/2 ലിറ്ററാണ്. 1 ലിറ്റർ ആകുമ്പോൾ 320 ആയി. 2 ലിറ്ററിൻ്റെ ബോട്ടിന് 700 സംതിങ് റുപ്പീസ് നമുക്ക് അവിടെ കിട്ടി. MRP അടക്കം ലാഭമായി മാറി. പ്രത്യേകത എന്താണെന്ന് അറിയോ, അവർ പിന്നെ ഒരിക്കലും വെളിച്ചെണ്ണ വാങ്ങിക്കില്ല. സാർ കഴിഞ്ഞു പറയട്ടെ, ആ 2 ലിറ്റർ ആകുമ്പോ ആൾക്കാർക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. അതന്നെയല്ലേ ഞാനിപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞത്. ഇംഗ്ലീഷിൽ 1/2 ലിറ്ററിന്റെ ബോട്ടിലാക്കുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ. അതെ, പക്ഷെ അത് അതല്ല അല്ല പൊട്ടിക്കാത്തതാകുമ്പോൾ അവർക്ക് അത് ഇതാവുള്ളൂ. അതില്ല, അത് കിട്ടില്ല. അവര് വാങ്ങിക്കാനുള്ള വെച്ചോളൂ, വേറെ വഴിയില്ല. പൊട്ടിക്കാതെ വേണമെങ്കിൽ 2 ലിറ്ററിന്റെ വാങ്ങിക്കാൻ പറയാം. പൊട്ടിച്ചത് വേണമെങ്കിൽ ലൂസാക്കി കൊടുക്കാൻ. നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ലൂസായിട്ട് തന്നെ വാങ്ങിക്കുന്നത്, പൊട്ടിക്കാതെ നല്ല വാങ്ങിക്കുന്നത് അല്ലേ. മില്ലിൽ പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങി പൊട്ടിക്കാതെ കിട്ടുമോ? ലൂസേ വാങ്ങിക്കാം. ഇത് നിങ്ങൾക്ക് പൊട്ടിക്കാതെ ബോട്ടിലേക്ക് പോവുക, അവരെ മുമ്പ് പൊട്ടിച്ച് ലൂസാക്കി കൊടുക്കുക കേട്ടോ. പൊട്ടിക്കാതെ വേണം. 2 ലിറ്റർ വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി, പൊട്ടിക്കാതെ കൊടുക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന അതേ പൈസക്ക് തരാൻ 540 പൊട്ടിക്കാതെ വേണമെങ്കിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊട്ടിക്കാതെ വേണോ? 2 ലിറ്ററിന്റെ ബോട്ടിൽ 540 അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക. അതിന് പൊട്ടിച്ചത് വേണോ? 1/2 ലിറ്റർ മതിയോ? 160 റുപ്യ. അപ്പൊ അവർ 2 ലിറ്റർ വാങ്ങിച്ചോളൂ. 160 ആകുമ്പോൾ 2 ലിറ്റർ വാങ്ങിക്കുമ്പോൾ 700 റുപ്യ ആവും. അപ്പൊ ലാഭം 540 രൂപ. ഇത് വാങ്ങിച്ചോ. ടെക്നിക്ക് ഉപയോഗിക്കണം ദേവി മാഡം. 2 ലിറ്റർ കൊടുക്കാം. ഇതിന്റെ ഗുണം നിങ്ങൾ എന്താ തിരിച്ചറിയോ? ഗുണം തിരിച്ചറിയണമെന്ന് വെച്ചാൽ പിന്നെ അവർ വെളിച്ചെണ്ണ വീട്ടിൽ കയറ്റൂല. അവർ വെളിച്ചെണ്ണ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് വില കുറഞ്ഞാൽ ഉപയോഗിക്കില്ല. കാരണം ഇതിലെ ടേസ്റ്റ് അവർക്ക് പിടിക്കും. അതിന്റെ അവരുടെ അസുഖങ്ങൾ മാറി തുടങ്ങും. ഹെൽത്തി ആയിരിക്കും. പിന്നെ തവിടെണ്ണ മാത്രമല്ല, ചായപ്പൊടിയിലേക്ക് വരും, കുക്കിംഗ് ഓയിലിലേക്ക് വരും. ഈ നിങ്ങൾ കൊടുത്ത് നിങ്ങളുടെ മൈൻഡിൽ, എല്ലാവരുടെ മൈൻഡിൽ ഉണ്ടാവണം, ഈ തവിടെണ്ണ വെളിച്ചെണ്ണക്ക് വില കൂടുന്നതിന് മുന്നേ ഞാൻ ഇതൊരു 20 കസ്റ്റമറിലേക്കെങ്കിലും എത്തിക്കും എന്നൊരു വാശിയോടെ 20 കസ്റ്റമർക്കെങ്കിലും തവിടെണ്ണ ഞാൻ എത്തിക്കും. ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാക്കിയിട്ട് കുറച്ച് ആൾക്ക് കൊടുത്തുകൊണ്ട് ഒരു 160 റുപ്യക്കും കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ 20 കസ്റ്റമർ ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് 1000 രൂപയുടെ പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കുന്ന കസ്റ്റമർമാരായി മാറുന്നുണ്ടാവും. 20 പേര് 1000 രൂപയുടെ വാങ്ങിക്കുമ്പോൾ 20,000 രൂപയുടെ കസ്റ്റമർ നിങ്ങൾക്കായി. എത്ര കൺസിസ്റ്റൻസി ആയി എന്നറിയോ? 6 കൺസിസ്റ്റൻസി ആയി. 15,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. നിങ്ങൾക്ക് അറിയോ? ഇതിൻ്റെ അകത്തുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ്.
നിങ്ങൾ ഈ കുക്കിംഗ് ഓയിലിലൂടെ ഈ വെളിച്ചെണ്ണയുടെ വില കുറയുന്നതിന് മുന്നേ എന്തിയാലും മഴ കഴിയാതെ വെളിച്ചെണ്ണയുടെ വില കുറയില്ല. 100% കൊപ്പര ഉണങ്ങാനില്ല. അതുകൊണ്ടാണ് ഈ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് വെളിച്ചെണ്ണയുടെ വില കുറയുന്നതിന് മുന്നേ തവിടെണ്ണയിലൂടെ ഓരോ ലീഡർമാരും പരിശ്രമിക്കുക 20 കസ്റ്റമറെ അല്ലെങ്കിൽ 10 കസ്റ്റമറെ അല്ലെങ്കിൽ 5 കസ്റ്റമറെ 2 കസ്റ്റമറെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആ കസ്റ്റമർ നിങ്ങളുടെ സ്ഥിരമായിട്ടുണ്ടാവും. സ്ഥിരമായിട്ട് മറ്റുള്ള പ്രൊഡക്റ്റിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങൾ പതുക്കെ പതുക്കെ ഒരു 1000 രൂപ അല്ലെങ്കിൽ 500 രൂപയുടെ 200 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമറാക്കി അവർ മാറ്റുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ തുടങ്ങും. കൺസിസ്റ്റൻസിയിലൂടെ ആ ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. കയ്യിൽ നിന്ന് പൈസ കളയാതെ ബിസിനസ് സെറ്റാക്കാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളെല്ലാവരും ഈ കാണുന്ന എല്ലാവരും അത് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ബിസിനസ് ആക്കി കൊണ്ടുപോകാൻ പറ്റും. സാർ ഒരു കാര്യം കൂടി തവടനയുടെ ഇത് പറഞ്ഞിട്ടെ, എനിക്ക് ചൊറിച്ചിലുള്ള ആളായിരുന്നു ദേഹത്തെ. ഞാൻ തവടെണ്ണ തേച്ചു, ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോ നല്ല ചൊറിഞ്ഞു, പക്ഷെ മാറി. തവിടെണ്ണ ഒരു സ്പൂണ് തവിടെണ്ണ രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ, ഒരു സ്പൂണ് തവിടെണ്ണ എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള പല അസുഖങ്ങളും മാറും. വെറും വയറ്റിൽ തവിടെണ്ണ കാലിന് തടാൻ എല്ലാം നല്ല സാധനം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന അതേപോലെ തവിടെണ്ണ ഉപയോഗിക്കും. ഞാൻ കഴിച്ചു നോക്കിയേ, കുഴപ്പമൊന്നുമില്ല. വെറുതെ ഒന്ന് കഴിച്ചു നോക്കി. നമ്മുടെ ഈ ഇതിനകത്തെ ഗ്യാസ് ട്രബിളിനുള്ള സപ്ലിമെന്റ് ഏതാണ്? തുളസി ഡ്രോപ്സ്, അലോവേര. അലോവേര ആണല്ലേ? അലോവേരയും തുളസി ഡ്രോപ്സ് ഉപയോഗിക്കാം. പിന്നെ ദഹനം കറക്റ്റ് ആവും. കാരണം ദഹനം കൂടെ അതിൽ ബാധകമാണ്. കോമ്പാഡിഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ദഹനം കൂടെ കറക്റ്റ് ആവും. അവരെ ആരോഗ്യം ഉഷാറായിരിക്കും. അലോവേര ഒക്കെ നമ്മൾ ബിഫോർ ഫുഡിന് കഴിക്കണം അതോ ആഫ്റ്റർ ഫുഡോ? ആഫ്റ്റർ ഫുഡ് മതി. രാത്രി മാത്രല്ലേ? അലോവേര 2 കഴിച്ച് രാവിലെ വൈകുന്നേരം കഴിച്ചാൽ കുഴപ്പമില്ല. ഭക്ഷണം കഴിച്ച ശേഷം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അത് ദഹനം എല്ലാം കറക്റ്റ് ആക്കി നമ്മുടെ ശരീരം ഫ്രഷ് ആക്കുന്ന സാധനമാണ്. അലോവേര അടിപൊളി സാധനമാണ്. നമ്മൾ ആക്ച്വലി ഇതിന് സപ്ലിമെന്റ് ആണ്. ഇന്ന് സപ്ലിമെന്റ് നമ്മൾ എല്ലാവരും ഒരു ഫൗണ്ടേഷൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് എല്ലാവിധ ഹെൽത്ത് പ്രോബ്ലംസും മാറുന്നുണ്ടാവും. നമ്മളിങ്ങനെ ഇതുപോലെ ഈ ഗ്യാസ് പ്രോബ്ലം ഓരോ ഹെൽത്ത് രോഗികളെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കൂടുതലുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇന്നലെ ഒരു ലേഡി കോഴിക്കോടിലെ സജിനാവിനെ പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും ടയർഡ്നെസ്സും തോന്നി, പനിയും ബോഡി പെയിനൊക്കെ വന്ന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ആകെ 2 സപ്ലിമെൻ്റ് ഉള്ളൂ, ഫ്ലാക്സോളും നീമും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അതെടുത്തും കഴിച്ചു. അരമണിക്കൂറിൻ്റെ ആൾ ഉഷാറായി. ആ വോയിസ് മെസ്സേജ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിൻ്റെ ആൾ ഉഷാറായി. എനിക്ക് എപ്പോൾ തന്നെ മെസ്സേജ്, സാറേ ഞാൻ നിങ്ങൾ അത്രയ്ക്കും നന്ദി പറയാണ്. കാരണം ഞാൻ എന്ത് ചെയ്യണം, വെറുതെ ഒരു 500-600 രൂപ ഹോസ്പിറ്റലിൽ പോയി കളയാൻ ചിരിക്കുകയാണ്. അതൊന്നുമില്ലാതെ ഒരു ഫ്ലാക്സ് ഒരു നീമം എടുത്ത് കഴിച്ചപ്പോൾ ഞാൻ ഉഷാറായി വന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എന്തെല്ലോ പ്രോബ്ലം ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുക, ഉറക്കമില്ലാതെ. അവർ ആ വോയിസ് മെസ്സേജ് ഗ്രൂപ്പ് കണ്ടിട്ടുണ്ടോ? നമ്മളെ സപ്ലിമെന്റ് വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കുക. ഒരു കുഴപ്പമൊന്നുമില്ല. ഏതെടുത്ത് കഴിച്ചാലും കുഴപ്പമില്ല. ഇത് അലോവേര കഴിച്ചു കഴിഞ്ഞാൽ വേറെയും ഗുണങ്ങളുണ്ട്. നീമാണെങ്കിൽ അത് ഗുണമുണ്ട്, ഫ്ലാക്സോളാണെങ്കിൽ ഗുണമുണ്ട്. എന്ത് കഴിച്ചാൽ നിങ്ങളെല്ലാം സപ്ലിമെന്റ് എല്ലാവരും ഉപയോഗിക്കുക. ആർക്കും ഒന്നും വരാൻ പോകുന്നില്ല സപ്ലിമെന്റ് കഴിച്ചതിൽ. എല്ലാവരും ഉപയോഗിക്കുക, വാങ്ങിച്ച് വെക്കുക കേട്ടോ. എല്ലാ സപ്ലിമെന്റ്സും എൻ്റെ കയ്യിൽ ഏകദേശം 20,000 രൂപയ്ക്ക് മേലെ സപ്ലിമെന്റ് ഇവിടെ കിടക്കുന്നുണ്ട്. 2 വർഷത്തേക്കുള്ള സപ്ലിമെന്റ് സ്റ്റോക്കാണ്. തീരുമ്പോൾ കഴിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കും. 14ഓളം സപ്ലിമെന്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. 14 കണ്ട, ഞാൻ 14 ഇന്നെനിക്ക് കുക്കിംഗ് ഓയിലിന്റെ ഓർഡർ കിട്ടി. സ്റ്റാറ്റസ് ഇട്ട് കുക്കിംഗ് ഓയിലിന്റെ ഓർഡർ കിട്ടി. ലിജി മേഡത്തെ കൊണ്ട് ബില്ലടിപ്പിച്ച്. വെരി ഗുഡ്. അതണ്ട സൂപ്പറാണ് ആ സംഭവം. ഞാൻ ഇന്നലെ ഗ്രൂപ്പിലിട്ട് ആ സ്റ്റാറ്റസ് വെച്ചാൽ മതി. കുക്കിംഗ് ഓയിലിന്റെ സ്റ്റാറ്റസ് വെക്കാം. എല്ലാവരും ചെയ്യാം. ഷമീറത്തെ അവര് ഏതാ ഒരു മാസം നമുക്ക് എത്ര കുക്കിംഗ് ഓയിലാ സാർ ഉള്ളത് ഒരു ഐഡിയയിൽ? എത്ര വേണമെങ്കിൽ വാങ്ങിക്കാം. ഒരു മാസത്തേക്ക് നമുക്ക് ഒരു ബോട്ടിൽ മതിയാവോ? ഒരു ബോട്ടിൽ തന്നെ ധാരാളമാണ്. നോമ്പിനൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഒരു ബോട്ടിൽ തന്നെ ആയിരുന്നു. അല്ല നമ്മളിപ്പോ കസ്റ്റമറിനൊക്കെ നമ്മള് കെയർ ചെയ്യുമ്പോഴേ ചിലപ്പോ 2 കുക്കിംഗ് ഓയിൽ ആണോ? ഒരു ബില്ലില് നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ വാങ്ങിക്കണമെങ്കിൽ 2 അടിച്ചാൽ കൊറിയർ ചാർജിലാണ് വാങ്ങിക്കും. 3 അടിക്കുമ്പോൾ 40 രൂപ എക്സ്ട്രാ വാങ്ങിക്കും. ഷോപ്പിൽ പോയി എത്ര വേണമെങ്കിൽ 4 പേര് ഒരുമിച്ച് ഒരു ഒറ്റ ഇൻവോയ്സിൽ 4 അടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പോസ്റ്റ് വഴി ചെയ്യുമ്പോൾ കുക്കിംഗ് ഓയിൽ ഉണ്ടാവുമ്പോൾ റേറ്റ് കൂടുന്നുണ്ടല്ലേ? ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ 2 കുക്കിംഗ് ഓയിൽ മാത്രമേ അതിൽ ഫ്രീ വരുള്ളൂ. 3 അടിക്കുമ്പോൾ 40 രൂപ എക്സ്ട്രാ വാങ്ങിക്കും.
അല്ല, ലിജി മാഡത്തിന്റെ അടുത്ത് പറഞ്ഞപ്പോ ലിജി മാഡം പറഞ്ഞ കുക്കിംഗ് ഓയിൽ ഉള്ളതുകൊണ്ട് അത് വെയിറ്റിനനുസരിച്ചായിരിക്കും കൂടുന്നു പറഞ്ഞു. കുക്കിംഗ് ഓയിൽ മറ്റേതൊക്കെ നമുക്ക് 40 രൂപ നല്ല വെയിറ്റ് ചാർജ് അല്ലേ? വരും. പോസ്റ്റ് ഓഫീസിൽ 1 കിലോയ്ക്ക് 40 റുപ്യാണ്. പിന്നെ ഓരോ 1 കിലോ കൂടുന്ന അത് സമയത്ത് പറഞ്ഞു, കൂടിക്കൊണ്ടിരിക്കും. അതവര് പറഞ്ഞു. അപ്പൊ പോസ്റ്റ് അയച്ചിട്ട് ചൊവ്വാഴ്ച അയക്കുള്ളൂ പറഞ്ഞു, അയച്ചിട്ട് കൊറിയർ ചാർജ് തന്നാ മതി. പോസ്റ്റ് ഓഫീസിന്റെ സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആണ്. എല്ലാ പോസ്റ്റ് ഓഫീസിലും പ്രോബ്ലം നടക്കും. അത് പറഞ്ഞു. നമ്മളെ ടൂൾസ് നമുക്ക് ഓൺലൈൻ തന്നെ മേടിക്കേണ്ടി വരും അല്ലേ? ഏത് ടൂൾസ് ഷോപ്പിൽ ചോദിച്ചായിരുന്നോ? അവിടെ ഇല്ല, ഷോപ്പിൽ കിട്ടത്തില്ല. അതുപോലെ നമ്മുടെ ടൈ ഇല്ലേ, കഴുത്തിൽ തൂക്കണ ഐഡന്റി കാർഡ്, അതുപോലെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. അനിൽ സാർ എപ്പോഴാണോ മനോജ് സാറിനെ കാണുന്നത് ആ സമയത്ത് ചോദിച്ചാൽ മനോജ് സാറിന്റെ സ്റ്റോക്ക് ഉണ്ട് ടൂൾസ് ഒക്കെ ആണല്ലേ? അല്ലെങ്കിൽ ഈ കൊച്ചിയിലൊക്കെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അവിടെയൊക്കെ കിട്ടും. തൃശ്ശൂർ ഷോപ്പിലുണ്ട്, തൃശ്ശൂർ ഷോപ്പിലൊക്കെ ടൂൾസ് ഉണ്ട്. ആരെങ്കിലും തൃശ്ശൂർ ഷോപ്പിൽ സാധനം വാങ്ങിക്കാൻ പറ്റുന്ന ടൂൾസ് ഉണ്ട്, അവിടെ നിന്ന് കൊറിയർ അയച്ചു തരുന്നുണ്ട്. ഷാഹുൽ ഈ തൃശ്ശൂർ ഷോപ്പിലൊന്ന് ഷാഹുൽ കോൺടാക്ട് ചെയ്യാം. അവിടെ ചോദിക്കുക ടൂൾസ് അവൈലബിൾ ആണോ ചോദിക്കുക. അപ്പോൾ അവർ ടൂൾസ് ഉണ്ട്. അപ്പോൾ ആർക്കും ആവശ്യക്കാർക്ക് കൊറിയർ അയച്ചു കൊടുക്കും. ലിജി മാഡത്തിന്റെ സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാന് വിളിച്ചപ്പോ ഇല്ലാന്നുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞു. അത് അവര് മറ്റേ ഹൈദരാബാദ് പോയപ്പോ കൊണ്ടുവന്നാണ്. അവര് കൊണ്ടുവന്ന. അപ്പൊ ഇവിടെ ഉണ്ട് മറ്റേ സുധീഷ് മരണന്റെ ഷോപ്പാണ് തൃശ്ശൂരിലുള്ളത്. അദ്ദേഹത്തിന്റെ അവിടെ എല്ലാ സാധനവും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് പണിക്കാർ കുറെ ഉണ്ട്. അത് നമ്മുടെ ഈ വൈകുന്നേരം മീറ്റിംഗ് നടന്ന റെക്കോർഡ് സെഷൻ ഇതാക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്, സ്റ്റാഫുകൾ കുറെ ഉണ്ട്. അവിടെ എല്ലാം നല്ലത്. അത് ഞാനിവിടെ അരീക്കോട് ELCP ഞാൻ കണ്ടു. ഞാനത് കുറെ എല്ലാം ഒന്ന് മറച്ചു നോക്കിയപ്പോ അതിനകത്ത് നമുക്ക് ഒരു കസ്റ്റമറെ എങ്ങനെ നമുക്ക് ക്യാൻവാസ് ചെയ്യണം എന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട്. നമ്മളെ ആക്ച്വലി ഫിസിക്കൽ മീറ്റ് ചെയ്യുമ്പോൾ അത് അത്യാവശ്യമാണ്. അതെ അതെ, അത് അത്യാവശ്യമാണ്. അതിന് മാത്രമല്ല സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞ ബുക്ക് അടിക്കാൻ പറ്റില്ല. അതുപോലെ സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞ ബുക്ക് നമ്മൾ ചോദിക്കുമ്പോ സക്സസ് സ്റ്റോറി എന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൽ വിന്നിംഗ് ടീമിലൂടെ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ വരുന്ന ബുക്കാണ് സക്സസ് ബുക്ക്. അതെല്ലാവരും ഉണ്ടാവില്ല, ക്രൗൺ ഡയറക്ടറിന് മേലുള്ള ബുക്കാണ്. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ആ ബുക്കിൽ ഫോട്ടോ വരിക എന്നുള്ളത്. അത് ഞാൻ 2 വർഷം മുന്നേ അതിൽ കയറി ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളെ മനോജ് സാറിൻ്റെ ഫോട്ടോ ഉണ്ട്. എൻ്റെ ഒരു സ്വപ്നമാണ് ആ ബുക്കിൽ പേര് വരുന്നുള്ളത്. അത് ഞാൻ അതന്നെ അപ്പം തന്നെ കഴിഞ്ഞ 2 വർഷം മുന്നേ ഞാൻ നേടിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ ടീമിലെ ആൾക്കാരൊക്കെ ആ സക്സസ് ബുക്ക് എടുത്ത് പോകുമ്പോൾ 600 രൂപ ആ ബുക്കിൻ്റെ പൈസ. അതിനകത്ത് ലാസ്റ്റ് പേജിൽ വരുന്ന എൻ്റെ ഫോട്ടോ ഉണ്ട്, എൻ്റെ ഫാമിലി ഫോട്ടോ അതിനകത്തുണ്ട്. അതിൽ ഡോക്ടർമാരുണ്ട്, IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്. എല്ലാ കാറ്റഗറിയിലെ ആൾക്കാരും, സാധാരണക്കാരും കൃഷിക്കാരൊക്കെ രക്ഷപ്പെട്ട് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന അവരെ ഇതൊക്കെ അതിനകത്തുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഒരു കൃഷിക്കാരനാണ് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്ന സമയത്ത് അവരോട് പറയാം, ഇത് കണ്ടോ, ഇത് കൃഷിക്കാരാണ്, ഇവർ ഇതിലൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറൊക്കെ ആണെങ്കിൽ നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക. ഒരുപാട് സാധാരണക്കാർ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പ്രവാസികളെ കാണുമ്പോൾ എൻ്റെ ഫോട്ടോ ബാക്കിലുണ്ട്. ഇത് എൻ്റെ അപ്ലൈനാണ്, ഷാജി സാറാണ്, ദുബായിലാണ്. അദ്ദേഹം ദുബായിൽ ഇരുന്നു കൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തി, ഇതിൽ സക്സസ് ആയ വ്യക്തി, ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ സക്സസ് പ്രൊഫൈലും കാണിച്ചിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രൊഡക്റ്റ് കാറ്റലോഗ് ഇതെല്ലാം കൊണ്ടുപോയി ഈ കാറ്റലോഗൊക്കെ ചെറിയ കാറ്റലോഗ് ഉണ്ട്, ചെറിയ ഷീറ്റ് ഉണ്ടാവും. അത് 20 ഒരു ബഞ്ചിൽ കിട്ടും. 120 കൊടുത്താൽ 10 20 കിട്ടും. അത് നിങ്ങൾ ഒരാൾക്ക് പ്ലാൻ കാണിച്ചു കഴിഞ്ഞാൽ അത് വായിക്കാൻ കൊടുക്കുക, അവിടെ കൊടുത്തിട്ട് പോയിക്കോ. എന്നിട്ട് ഇത് രണ്ടാമത് അവിടെ പോയി വാങ്ങിക്കാൻ കൊണ്ട് ഒരു ട്രിപ്പും കൂടെ പോവുക. എന്നിട്ട് അവർ ഒന്നും കൂടെ സംസാരിക്കുക. നമ്മൾ തൃശ്ശൂർ ഷോപ്പിൽ ഷാഹുൽ ഇന്ന് ഇപ്പം തന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഷാഹുൽ തൃശ്ശൂർ ഷോപ്പിൽ നമ്പർ വിളിച്ച് ടൂൾസ് ഉണ്ട്. ഇന്ന് ചിലപ്പോൾ ഞായറാഴ്ച അവിടെ ഉണ്ടാവില്ല, നാളെ ചോദിച്ചാൽ മതി. ടൂൾസ് ഉണ്ട് ചോദിക്കുക. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ സുധീഷോട് എനിക്ക് സുധീഷോട് ചോദിക്കാം. അവിടെ പോസ്റ്റ് ഓഫീസിലൂടെ അങ്ങനെ ഓൺലൈൻ വഴി അയച്ചു തരും. സാറേ, നമ്മൾ ഈ കുക്കിംഗ് ഓയിൽ പോലെ തന്നെ നമ്മൾക്ക് അൾട്രാ വാഷും ഹാൻഡ് വാഷും ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്യും. ഒരു ബോട്ടിൽ വാങ്ങി 2 എണ്ണം ആക്കി കൊടുത്താൽ ആൾക്കാർ വില കൂടുതൽ എന്നുള്ളതെന്ന് കുറഞ്ഞു കിട്ടും. 50 വാഷിന് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് ആൾക്കാർ അങ്ങനെ പകുതി എടുക്കുമെന്ന് നമുക്കറിയില്ല. കുക്കിംഗ് ഓയിൽ ആകുമ്പോൾ പിന്നെ എടുക്കും. അൾട്രാ വാഷൊക്കെ നല്ല പ്രൊഡക്റ്റാണ്. ഈ അൾട്രാ വാഷൊക്കെ 350 രൂപ പറയുമ്പോൾ അവർക്ക് എടുക്കാൻ ഒരു മടി ഉണ്ടാവും. അപ്പൊ നമ്മളതൊരു പകുതിയാക്കി 2 ഡപ്പിയിലാക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടാവും. അതെ, അപ്പൊ അങ്ങനെയൊക്കെ 50 വാഷാണ്. അത് അതിന്റെ ഒരു അടപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒറ്റ അടപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 50 പ്രാവശ്യം നമുക്ക് വാഷിംഗ് ചെയ്യാന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട്.
അതിൻ്റെ ഒരടപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരടപ്പ് മാത്രമേ വാഷിംഗ് മെഷീൻ ഒഴിക്കുള്ളൂ. അങ്ങനെ 50 പ്രാവശ്യം നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും. അത് നമ്മൾ 350 എന്ന് പറയുമ്പോ ചിലവർക്ക് പെട്ടെന്ന് ഒരു ഇതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാങ്ങാനൊരു എളുപ്പം ഉണ്ടാവും. പെട്ടെന്ന് നമ്മൾ 350 രൂപയാണെന്ന് പറയുമ്പോഴേ. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ടീമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ സാധനം വാങ്ങിക്കുന്നത്. എനിക്ക് ഒരുപാട് ആൾക്കാർ 5ഉം 10ഉം പീസിൽ ഓർഡർ ചെയ്യാറുണ്ട്. എനിക്ക് അതിശയിങ്ങനെ ഈ 350 സാധനം 10 പീസൊക്കെ ഓർഡർ ചെയ്യാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. വാങ്ങിച്ചു കഴിഞ്ഞാലേ ഇന്നലെ ഞാൻ അടിച്ചു. ഇന്നലെ ജോമോള് ബില്ല് ചെയ്തത് 5 അൾട്രാ വാഷ്, 5 അൾട്രാ വാഷ്, 5 ഫ്ലോർ ക്ലീനർ, 5 ടോയ്ലറ്റ് ക്ലീനർ, എല്ലാം 5 പീസ് വെച്ച് അടിക്കുന്നില്ല. ഞാനിങ്ങനെ അതിശയപ്പെട്ടു. 5 ഈ 350 രൂപ, അവർ 9,000 രൂപയുടെ സാധനം ഇന്നലെ വാങ്ങിച്ചു. അവർ ഈ അല്ലാതെ പറഞ്ഞാൽ അവർ നേരിട്ട് പോയിട്ട് വീടുകളിൽ പോയിട്ട് ഡെമോൺസ്ട്രേഷൻ കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രൊഡക്റ്റിൻ്റെ മറ്റുള്ള പ്രൊഡക്റ്റ് ഇത് കാണിച്ച് കസ്റ്റമറാക്കി മാറ്റി ആദ്യം കുറച്ച് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. ടൂൾസ് കിട്ടാൻ വേണ്ടിട്ട് അത് ഷാവുൽ നാളെ തന്നെ അതിന് അറേഞ്ച് ചെയ്തു. ഷാവുൽ ഒന്ന് തൃശ്ശൂർ വിളിച്ചു നോക്കിയില്ല, ഞാൻ മനോസാർ ചെയ്തു. നമ്മുടെ അരീക്കോട് ഭാഗത്ത് എല്ലാവരും ഓൺലൈൻ ചെയ്യുന്നില്ല, ഒക്കെ ഫിസിക്കലായിട്ട് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കുന്നു. പക്ഷേ അല്ലാതെ ഞാൻ ഈ കേരളത്തിലെ എല്ലാ ലീഡർമാരും മനസ്സിലാക്കി പഠിച്ച വ്യക്തിയാണ്. ഈ ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരൊരു ചെറിയ വരുമാനം അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ചെറിയ വരുമാനം അവർക്ക് വാങ്ങിക്കാം. 50,000 1,00,000 രൂപ വരുമാനം മനസ്സിൽ കണ്ടിട്ട് അവർ ചെയ്യണം. ഞാൻ 50,000 വേണമെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഈ ബിസിനസ് ഞാൻ ചെയ്യില്ല. ഞാൻ ഈ 10 ലക്ഷം എന്തിനാണ് കാണുന്നത് വെച്ചാൽ എൻ്റെ 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ ഞാൻ ഫിസിക്കൽ വർക്ക് പോവുകയാണെങ്കിൽ ഞാൻ പകുതിക്കുന്നത് കഴിഞ്ഞ 2 കൊല്ലം മുന്നേ നിർത്തിയിട്ടുണ്ടോ. കാരണം ഇതിനകത്ത് കിട്ടുന്ന വരുമാനം പെട്രോൾ അടിക്കാനും അതിൻ്റെ വണ്ടിക്കൂലി കളയാനും ആരോഗ്യം കളയാനും മാത്രമേ പറ്റുള്ളൂ, ഉറങ്ങാനും ഒന്നും പറ്റില്ല. പക്ഷേ ഇപ്പം ഞാൻ ഈ ഓൺലൈനിലൂടെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തത് ഞാനൊരു ഫ്യൂച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്നത്. ഞാൻ കേരളം മുഴുവൻ ലീഡർമാരാക്കി വെച്ചില്ലേ ഈ 4 വർഷം കൊണ്ട്. 4 വർഷം കൊണ്ട് എനിക്ക് കേരളം മുഴുവൻ ലീഡറുണ്ട്. ഞാനതിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ അടുത്ത വർഷമാണ് എൻ്റെ വർക്കൗട്ട് ചെയ്യാൻ പോണേ. ഞാനിപ്പോൾ വീണ്ടും വിസി അടിച്ചു. 2 വർഷത്തേക്ക് വീണ്ടും വിസി അടിച്ചു. 2 ലക്ഷം രൂപ കൊടുത്ത് വിസി അടിച്ചിരിക്കുക. കാരണം മോളുടെ എക്സാം ഈ വർഷം കംപ്ലീറ്റ് ഫെബ്രുവരി മാസം വരെ നിൽക്കണം. അതുകൊണ്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഫിസിക്കൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം നല്ലതാണ്. അല്ലാതെ ഒരു തീരുമാനം എടുത്ത് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ, ഒരു ഫിസിക്കൽ മീറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മഞ്ചേരി ഭാഗത്ത് ഫിസിക്കൽ മീറ്റ് വേണമെങ്കിൽ മനോജ് സാറിനെ വിളിക്കുക. മനോജ് സാറിൻ്റെ കൂടെ സഞ്ജൻ സാർ വരും. സഞ്ജൻ സാറ് മഞ്ചേരിക്കാരനാണ്. അവരൊക്കെ യൂട്ടിലൈസ് ചെയ്ത് മനോജ് സാറിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ മാസവും ഒരു ഫിസിക്കൽ മീറ്റ് മഞ്ചേരി ചെയ്തിടാം, അരീക്കോട് ഭാഗത്ത് ചെയ്തിടാം. വേണോ? നമ്മളതിനെ അഗ്രി പ്രോഡക്റ്റ് നമ്മൾ അവിടെ സാമ്പിൾ വെക്കണ്ടേ, കർഷകർക്ക് കാണിച്ചു കൊടുക്കാൻ? അതൊക്കെ ചെയ്തുതരാം. അത് അല്ലാട്ടിന് എന്ത് സപ്പോർട്ട് വേണം ഞങ്ങൾ ചെയ്തുതരാം. മനോജ് സാറിന് പറഞ്ഞാൽ സാറേ എനിക്ക് സാർ അത് അറേഞ്ച് അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. നമ്മളിപ്പോ ഒരു 8 പ്രൊഡക്റ്റ് അല്ലേ നമുക്കുള്ളത് അഗ്രിയില്. നമ്മളൊരു മീറ്റിംഗ് വെക്കുമ്പോ നമുക്ക് ആ കർഷകരെ പരിചയപ്പെടുത്താൻ ഈ 8 പ്രൊഡക്റ്റും നമ്മളവിടെ വെക്കുന്നത് നല്ലതാണ്. വാങ്ങിച്ചു നമ്മളുടെ കൺസിസ്റ്റൻസി ചെയ്യുമ്പോൾ അതങ്ങ് വാങ്ങിച്ചു നോക്കുക. അപ്പോൾ ആരെങ്കിലും വാങ്ങിച്ച് അവർക്ക് കൊടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഡെമോ ഒക്കെ കാണിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചേ പറ്റും. ഓക്കെ, 1 മണിക്കൂറും 10 മിനിറ്റ് അല്ലേ? വേറെ ആയിരിക്കും എന്തെങ്കിലും ചോദിക്കണം? പതിനാലാം തീയതിക്കുള്ളിൽ തന്നെ മാക്സിമം നിങ്ങൾ എല്ലാവരും പർച്ചേസിങ് എത്തിക്കണം. 14-ാം തീയതിക്കുള്ളിൽ നിങ്ങളെല്ലാവരും പർച്ചേസിങ് ചെയ്ത് വോളിയം കയറ്റി വെക്കുക. ബാക്കിയുള്ള ദിവസം ന്യൂ ജോയിനിങ്ങിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ന്യൂ ജോയിനിങ്ങിനുള്ള സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഈ 14-ാം തീയതിക്ക് ശേഷം ചെയ്യുന്ന ജോയിനിങ് കംപ്ലീറ്റ് നിങ്ങളുടെ അടുത്ത മാസത്തെ ബിസിനസ്, നിങ്ങൾ ഈ 14-ാം തീയതിക്കുള്ളിൽ ചെയ്ത് പർച്ചേസ് ചെയ്ത ആൾക്കാരൊക്കെ കൺസിസ്റ്റൻസി അടുത്ത മാസം കറക്റ്റായി ചെയ്യുന്നുണ്ടാവും. ഈ ന്യൂ ജോയിനേഴ്സൊക്കെ അടുത്ത മാസത്തെ കൺസിസ്റ്റൻസി ആയി മാറുന്നുണ്ടാവും. ബിസിനസ് നല്ല ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ 40 പേര് മീറ്റിംഗ് ഉണ്ടായി. ഈ 40 പേരും കൺസിസ്റ്റൻസി ആണെന്ന് വെച്ചോ, 14-ാം തീയതിക്കുള്ളിൽ ചെയ്യുന്ന ആൾക്കാരാണ്. 4000 നമ്മളെ പർച്ചേസിങ് എപ്പോഴും ആദ്യത്തെ 14-ാം തീയതിക്കുള്ളിൽ ചെയ്യാൻ നോക്കുക. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായത് നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്നതും പുറത്ത് കസ്റ്റമർക്ക് കൊടുക്കുന്നതായാലും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എപ്പോഴും 14-ാം തീയതിക്കുള്ളിൽ ചെയ്യാം. അപ്പോഴാണ് കൺസിസ്റ്റൻസി ആവുന്ന ഫ്രീ പ്രൊഡക്റ്റ് എല്ലാം കിട്ടുന്ന സമയം. അതാണ്
അപ്പൊ പർച്ചേസ് ചെയ്യുന്നതിനും ടൈമിംഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്ന അർത്ഥം. ബെനിഫിറ്റ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഈ മാക്സിമം ആദ്യത്തെ 2 ആഴ്ചനുള്ളിൽ തന്നെ പർച്ചേസ് ഫിനിഷ് ചെയ്യുന്ന നോക്കാം. ഓക്കെ, അത് മാത്രമല്ല ഇപ്പം ഈ കമ്പനി ബിസിനസ് മൈൻഡുള്ള കമ്പനിയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും 14-ാം തീയതിക്കുള്ളിൽ പർച്ചേസ് ചെയ്ത് പിന്നെ പർച്ചേസിങ് സ്റ്റോപ്പ് ചെയ്യും. കമ്പനി വീണ്ടും വേറെ ഓഫർ കൊടുത്തിട്ടുണ്ട് 15-ന് ശേഷം 15 മുതൽ 27 വരെ ഈ കൺസിസ്റ്റൻസി ചെയ്ത ആൾക്കാരില്ല. ഇപ്പം ജാബിറിന് ഓർഡർ ഉണ്ട്, 14-ാം തീയതിക്കുള്ളിൽ ചെയ്തു, 16-ാം തീയതി ആകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ഓർഡർ കിട്ടി, നിങ്ങളത് അടുത്ത മാസത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. കമ്പനി അതിൻ്റെ കൂടെ തന്നെ പായസത്തിൻ്റെ കൂടെ അടപ്രഥം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു പായസം, എക്സ്ട്രാ പായസം, സദ്യേൻ്റെ ഒപ്പം പായസം കിട്ടുന്ന പോലെ തന്നെ അതിനുശേഷം വീണ്ടും വേറെ ഓഫറുണ്ട്. ഈ 15-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ചെയ്യുന്നൊരു ഓഫറുണ്ട്. അതറിയോ? നിങ്ങൾ 100 PV 14-ാം തീയതിക്ക് ചെയ്തു, അനിലേട്ടന് വീണ്ടും ഒരു ഓർഡർ വന്നു 15 മുതൽ 27-ാം തീയതി വരെ. മാക്സിമം 100 PV പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്ര രൂപന്റെ പർച്ചേസ് ചെയ്യണം? 3200, 3500 ആവും. 3500 രൂപന്റെ പർച്ചേസ് ചെയ്താലും 100 PV കിട്ടും. ഏവറേജ് 3200, 3500 ആവും. നമ്മളെ അണ്ടറില് നമ്മള് ഡൗൺലൈനിൽ നമ്മോ ബാക്കിയുള്ളവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന് കൂടെ ഇവരെ കൊണ്ട് മാക്സിമം PV ഐറ്റംസ് പ്രോഡക്ട്സ് വീട്ടിലേക്കോ അല്ല കസ്റ്റമറിലേക്കോ വാങ്ങിപ്പിച്ച് എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ PV നമ്മളിലേക്ക് ആഡ് ആവും. എത്ര PV ആണ് പർച്ചേസ് ചെയ്തത് അതേ PV തന്നെ ആഡ് ആവും. അതേ PV ആഡ് ആവും. നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും എല്ലാവർക്കും ആഡ് അതേ സെയിം PV ആഡ് ആവും. പക്ഷെ അതിന്റെ പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ പെർസെൻറ്റേജ് നോക്കിയിട്ടാണ്. അത് ഓരോരാളും ഓരോ നിങ്ങളിപ്പോൾ 5% ജാബിലുള്ളത്, ഞാൻ 16% ഉള്ളത്. ക്ലിയർ ആയിട്ട് ആ ഒരു പെർസെൻറ്റേജ് അവിടെ കുറഞ്ഞ് കൂടി വരുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾ ഞാനിപ്പോ 5%, സാറിപ്പോ 16%. അങ്ങനെയല്ല. ഇതിൽ 16% വരെ കിട്ടുള്ളൂ, മാക്സിമം 16% ഉള്ളൂ. അതിൽ 5% നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ മേലുള്ള വ്യക്തിക്ക് അദ്ദേഹം ഏത് പൊസിഷനാണോ അയാൾക്ക് അതിൽ ബാലൻസ്, അയാൾ ഏത് പൊസിഷൻ ആ ബാലൻസ് കിട്ടും. അതിന്റെ മേലുള്ള വ്യക്തി എത്രയാണോ അതിനപ്പുറം കിട്ടും. 16% വരെ കിട്ടുള്ളൂ. ഷാഹുൽ സാർ എൻ്റെ ടീമിൽ 16% ആയതുകൊണ്ട് അതിന്റെ മേലെ എനിക്കൊന്നും വരില്ല. ക്ലിയർ ആണോ? ഷാഹുൽ സാർ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റിന്റെ 16% അദ്ദേഹം വാങ്ങിച്ച് താഴെ വന്ന് അതിനപ്പുറം വന്നതിന് പിന്നെ എനിക്കൊന്നും വരില്ല. എനിക്ക് വരുന്നത് പിന്നെ ലീഡർഷിപ്പ് ബോണസ് മാത്രമേ എനിക്ക് ആ ലെവലിൽ നിന്ന് വരുള്ളൂ. എനിക്കിപ്പം ഷാഹുൽ സാറിന്റെ ടീമിൽ വോളിയം ഒന്നും പൈസ കിട്ടില്ല. ഇപ്പൊ ഷാഹുൽ സാറിന്റെ ടീമിൽ എനിക്ക് വോളിയം വരില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 16% അദ്ദേഹം നിൽക്കുന്നുണ്ടാണ്. എനിക്കിപ്പോൾ അവിടെ വരുന്നത് ലീഡർഷിപ്പിന് ബോണസാണ്. അത് ഞാൻ എന്താണ് ലീഡർഷിപ്പ് ബോണസ് എന്ന് വെച്ചാൽ LOB എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ LOB എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ വോളിയം 5600 PVക്ക് മേലെ വരുമ്പം 18% ലീഡർഷിപ്പ് ബോണസ് ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഓർഗനൈസേഷൻ ടോട്ടൽ ടീമിന്റെ 5000 PVന്റെ പർച്ചേസ് സാർ പറയുന്നത് ഒരു ടീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷാഹുൽ സാറ് എൻ്റെ ഒരു ടീമല്ല, അത് എൻ്റെ അതിന് മേലെയും കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ഏറ്റവും മേലെ എൻ്റെ നേരിട്ട് ജോയിൻ ചെയ്ത വ്യക്തിക്ക് 5625 വന്നു കഴിഞ്ഞാൽ LOB എന്ന് പറഞ്ഞ സാധനം സ്റ്റാർട്ടാവും. അതാണ് ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഇൻകം. ഞാനിപ്പം നിങ്ങൾ ചെയ്യുന്ന ഷാഹുൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്തിനാണെന്നറിയോ? നിങ്ങൾ ചെയ്യുന്ന ഈ 5% ബാലൻസ് വാങ്ങിക്കാൻ എനിക്ക് കിട്ടൂല, എനിക്കതിനകത്ത് ഒന്നും കിട്ടൂല. ഈ നിങ്ങൾ ചെയ്യുന്ന ഒരു 5% ബാലൻസ് എനിക്ക് വരില്ല. എനിക്ക് വരുന്ന ലീഡർഷിപ്പ് ബോണസ് മാത്രമാണ്, 18%. അത് വരണമെങ്കിൽ മൂട്ടിൽ തീ കൊടുക്കുക, ഏറ്റവും അടിയിൽ പോയി പണിയെടുത്താൽ മാത്രമേ മേലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അയാളുടെ PV 5600 എന്ന് പറഞ്ഞാൽ ഒരു LOB ആണ്. എത്ര PV മേലോട്ട് കയറി വരുന്നുണ്ടോ ഡിവൈഡഡ് ബൈ 5600 ആണ്. കഴിഞ്ഞാൽ 56000 PV അവിടെ വരുന്നുണ്ടെങ്കിൽ 10 LOB വരുവാണ്. LOB എന്ന് പറയുമ്പോൾ ഏകദേശം 11,000 രൂപക്ക് അടുത്തുണ്ട് ഒരു LOB. അപ്പൊ ഈ 16% കഴിഞ്ഞാൽ പിന്നെ LOB ആയിരിക്കും കിട്ടാൻ. മനസ്സിലാക്കോ? അതിന് മൾട്ടിപ്പിൾ LOB ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. മൾട്ടിപ്പിൾ LOB ഉണ്ട്. താഴെ LOB വാങ്ങിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയുമ്പോൾ നമ്മളെ പോലത്തെ ന്യൂ ജോയിനേഴ്സ് നെക്സ്റ്റ് ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്ന ഏറ്റവും മെയിൻ കാര്യം എന്താണ്? ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് ഷാഹുൽ സാറിന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ കണ്ടിന്യൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടാക്കിയെടുക്കുക.
ഓക്കെ, പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടാക്കണമെങ്കിൽ മാക്സിമം എല്ലാ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണ്ടേ? എല്ലാ പ്രൊഡക്റ്റും നമുക്ക് 450 പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് മാക്സിമം നോളജ് ഉണ്ടാക്കുക. മറ്റുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഉണ്ട്, അത് കേട്ട് പഠിക്കാം. എഴുതി വെക്കുക. എഴുതി വെച്ച് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് എഴുതി വെക്കുക. ഇത് ഇപ്പം നമ്മളൊരു ഗ്രൂപ്പിൽ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വന്നു, ആ ഒരു പ്രൊഡക്റ്റിന് സ്റ്റാർ ചെയ്ത് വെക്കുക. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ, അത് പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. നിങ്ങൾ ആരെങ്കിലും ഗ്രൂപ്പിൽ ഒരാൾ ചോദിക്കുകയാണ് ഷുഗറിന് എന്ത് പ്രൊഡക്റ്റ് കൊടുക്കണം, അപ്പോൾ തന്നെ ഷാവുൽ സാറിനെ വിളിക്കണ്ട. ആ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ഷുഗറിനെ ചോദിച്ച സമയത്ത് അത് സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതെടുത്ത് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ മാക്സിമം പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടാക്കണം. യെസ്, എല്ലാം പ്രൊഡക്റ്റിനെ കുറിച്ചല്ല, ഇതിനുള്ള ബിസിനസ് സിസ്റ്റം നോളജ് എല്ലാം ഉണ്ടാക്കണം. എങ്ങനെ വർക്ക് അതൊക്കെ നിങ്ങൾ പഠിച്ചു വരുത്തണം. ഓരോ ലെവലെത്തുമ്പോഴാണ് അത് പഠിക്കുള്ളൂ. എല്ലാം ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താണോ എത്തിയത് അതുവരെ നിങ്ങൾ പഠിക്കുക. 5% ആയിക്കഴിഞ്ഞാൽ 8% എങ്ങനെയായി അത് പഠിക്കുക. 8% ആയിക്കഴിഞ്ഞാൽ 12%ലേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് പഠിക്കുക. 12% ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് 16% പഠിക്കുക. നിങ്ങളെ കൂടെ വന്ന വ്യക്തിയെ അതെന്നെ പറഞ്ഞു കൊടുക്കും. അതാണ് ആദ്യം നമ്മൾ പഠിക്കുക. ഫസ്റ്റ് നമുക്ക് കിട്ടിയാല് 5% ആണോ? 5%. നിങ്ങൾ ഓൾറെഡി 5% പോളേ ഇപ്പൊ 5%ലുണ്ട്. ഇപ്പൊ ഞാൻ ഈ മാസം കൊണ്ടുവരുന്ന പീവിന്റെ 5% എനിക്ക് നെക്സ്റ്റ് മന്ത് കിട്ടും അല്ലേ? അപ്പൊ അതിനുശേഷം ആ 5% ശേഷം 8%ലേക്ക് എത്താൻ വേണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് പഠിക്കാം. അതിനാണ് ടീം സെറ്റ് ആക്കുക. നിങ്ങൾ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ ഓക്കെ. ഇപ്പൊ ജാബിർ ഇപ്പം വാങ്ങിച്ച സാധനത്തിന് വലിയ ബോണസ് ഒന്നും ഉണ്ടാവില്ല. ചായ കുടിക്കേണ്ട പൈസ പോലും തേക്കില്ല. ഇപ്പൊ നിങ്ങൾ സാധനം വാങ്ങിച്ച പൈസക്ക് ചായ കുടിക്കേണ്ട പൈസ പോലും ഉണ്ടാവില്ല. അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അത് ജസ്റ്റ് ഐഡിയ ആക്ടിവേറ്റ് ചെയ്യാൻ. എനിക്ക് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞു, ചില ആൾക്ക് എനിക്ക് എന്റെ ടീമിൽ ഒരാൾ വന്ന സമയത്ത് 33 രൂപ ആദ്യം, ഷാവുൽ സാറിന് ആദ്യം വന്ന് 13 രൂപ ഇൻകം. എന്റെ ടീമിൽ വേറെ ആൾ വന്ന് 33 രൂപ ഇൻകം വന്നപ്പോൾ എന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുഷിത മേഡൊക്കെ ആദ്യം വന്ന സമയത്ത് 33 രൂപ വരുമാനം. അപ്പോൾ എന്നെ കുറേ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് 33, ഞാൻ എന്താ കഷ്ടപ്പെട്ടെ, ഒരു മാസം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 33 രൂപ ഇൻകം കിട്ടിയാൽ. പക്ഷേ ഇപ്പോൾ ആള് നമ്മുടെ ടീമിൽ പവർഫുൾ ലീഡറാണ്, നല്ല വരുമാനം വാങ്ങിക്കുന്ന ട്രാവൽ ഫണ്ട് അച്ചീവറാണ്. മനസ്സിലായി? അപ്പോൾ ആദ്യം വരുന്ന വരുമാനത്തെ ഒന്നും നോക്കാതിരിക്കുക. നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നത്, ജോലിയല്ല ചെയ്യുന്നത്, എംപ്ലോയ്മെൻ്റ് അല്ല. നിങ്ങൾ ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ പോകുന്ന ആളാണ്. അപ്പോൾ ബിസിനസ് മൈൻഡിലേക്ക് വരിക. നമ്മൾ ലക്ഷങ്ങളോ കോടികളോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടല്ല ഈ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഹീറോ ആയി മാറാൻ പറ്റുന്ന ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ സീറോ മൈൻഡ് സെറ്റിൽ തന്നെ നിങ്ങൾ വരും. ആദ്യം 0-ൽ നിന്ന് തുടങ്ങുന്ന ബിസിനസ്സാണ്, സീറോയിൽ വരിക. അതിനെ വലിയൊരു ബിസിനസ്സാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കും. ഓക്കെ, തൽക്കാലം നമ്മളെ ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് നമ്മൾ സെഷൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ മാത്രമേ ലെഫ്റ്റ് ആയിട്ടുള്ളൂ. അടുത്ത മാസം നമ്മൾ ഇതേപോലെ ഒരു ഞായറാഴ്ച 4 മണിക്കും ഇരിക്കുന്നുണ്ടാവും. അടുത്ത ഓഗസ്റ്റ് മാസം ഫസ്റ്റിലത്തെ ഏതെങ്കിലും ഒരു ഞായറാഴ്ച നമ്മൾ 4 മണിക്ക് ഇരിക്കുന്നുണ്ടാവും. അപ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞതിൽ ഇതിലുള്ള പല ആൾക്കാർ 8% പല ലെവലിലെത്തണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യണം. ഷാവുൽ സാറിനെ സപ്പോർട്ട് ചെയ്യണം. വലിയൊരു ഓർഗനൈസേഷനായി മാറി. ഈ ടീമുകൾ വലിയ ടീമായി. വേറെ നോക്കേണ്ട 40 പേര് പങ്കെടുക്കുന്ന മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ ടീം മീറ്റിൽ 100 പേര് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ടീം മീറ്റായിരിക്കും ഇനി നടക്കുക. പക്ഷെ അവിടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, അവിടെ ഞാനൊക്കെ ഗസ്റ്റായിട്ടേ വരുള്ളൂ. സംസാരിക്കുന്നത് ഈ ടീമിലുള്ള ലതീദിയും അലീമ മേഡും ഇങ്ങനെയുള്ള ജയകൃഷ്ണനും പല ആൾക്കാരും സംസാരിക്കുന്ന ആൾക്കാരായി മാറണം. നിങ്ങളായിരിക്കും അതിൽ മീറ്റിങ്ങിലൊക്കെ അവസാനം 10 മിനിറ്റ് 20 മിനിറ്റ് മാത്രമേ എനിക്ക് സംസാരിക്കാൻ തരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള, കാരണം ഇത് ഡ്യൂപ്ലിക്കേഷനാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് 6 മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ എന്നെ വിളിക്കേണ്ടി വരുള്ളൂ. നിങ്ങൾക്ക് അവിടെ ഷാവുൽ സാറായിരിക്കും ഗസ്റ്റായി വരുന്നുണ്ടാവുക. ഞാൻ 6 മാസത്തിൽ വല്ലപ്പോഴും ജ്യോതി സാർ വരുന്ന പോലെ മനോജ് സാർ വരുന്ന പോലെ വരും നിങ്ങളുടെ ടീമിലേക്ക്. അതാണ് ഈ ബിസിനസ്. അങ്ങനെ ആയിരിക്കും ബിസിനസ്. അപ്പോൾ ഷാവുൽ എന്ത് ചെയ്യണം, ഇതിലുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇപ്പോൾ ലതീദക്ക് സംസാരിക്കാൻ കൊടുത്ത പോലെ നമ്മൾ ഉച്ചക്കത്തെ 2 മണിയുടെ പ്ലാനിൽ ആരെങ്കിലും ഒരു MC-നെ കണ്ടെത്തുക, 5 മണിയുടെ പ്ലാനിൽ ഒരു MC-നെ കണ്ടെത്തുക, 9 മണിയുടെ പ്ലാനിൽ ഒരു MC-നെ കണ്ടെത്തുക. ഈ ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാരെ കണ്ടെത്തി അവരെ ലീഡർഷിപ്പിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്ലാൻ പ്രസൻറ്റേഷൻ പഠിപ്പിക്കണം. അങ്ങനെ ചെറിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇതിനകത്ത് ഒരുപാടുണ്ട്. അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, തൽക്കാലം സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ബാക്ക് ടു നമ്മളെ ലതീദ മാഡം. പോയോ?
ലതിക മാഡം ഓൺലൈനിലുണ്ടോ? ഷമീറത്ത് ലാസ്റ്റ് ഷമീറത്ത് ക്ലോസ് ചെയ്തോളെ. ഷമീറത്ത് ഇങ്ങനെ മാറി മാറി നിൽക്കുക. ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയാ. നോക്കാലോ. ഹായ്, ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്നത്തെ ടീം പ്രസന്റേഷൻ എല്ലാവർക്കും എന്താ പറയാ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും വിചാരിക്കുന്നത്. ഷാജി സാറിന് ഒരുപാട് നന്ദി, ഇങ്ങനെ ഒരു ടീം മീറ്റിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതിന്. അപ്പൊ എല്ലാവർക്കും നന്ദി. മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും 40ഓളം പേരെയാണ് 60ഓളം പേരെ സാർ മീറ്റിൽ ഇൻവൈറ്റ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 40ഓളം പേര് എത്തിയിട്ടുണ്ട്. അപ്പൊ എത്തിയ എല്ലാവർക്കും നന്ദി. ഷാജി സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. വിഷ് യു വെൽ.